السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي لا تحيط به مدارك العدة ولا تتقيد بحياته الأبدية الأزلية طوال المدة، وهو الذي خلق السماوات والأرض والشمس والقمر والليل والنهار والشجر والدواب وأمر بعبادته فلا نجد من عبادته بدا، وأحمده وحده وأشكر على نعماته شكرا يفوق الشاكرين أبدا، وأستزيده من الفضل والكرم والعطية لما أن كل حمد يشعر على وجوب الحمد تارة أخرى. وأشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله. صلى الله على سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وأصحابه وأتباعه ومن تبعهم بإحسان إلى يوم الجزاء والدين، وسلاما دائمين متلازمين كلما قر الجديدان ومر الفرقدان. أما بعد، أعوذ بالله من الشيطان بسم الله الرحمن الرحيم. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. صدق الله العلي العظيم وصدق وبلغ رسوله الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. അബുദാബി ഇസ്ലാമിക് സെന്ററിൽ SKSSF സംഘടിപ്പിച്ച റമദാനിന്റെ മുന്നൊരുക്കം എന്ന ഒരു ടൈറ്റിലുള്ള ഈ ഒരു സദസ്സിന് അനുഗ്രഹീതമായ പ്രാർത്ഥനയും ഉദ്ഘാടന ഭാഷണവും നടത്തിയ ബഹുനിരായ സയ്യിദ് നാസിമുദ്ദീൻ ബാഫഖി തങ്ങൾ, നമ്മുടെ പരിപാടിക്ക് സ്വാഗത ഭാഷണം നടത്തിയ ഹാരിസ് ബാഖവി ഉസ്താദ് അവർകൾ, അതേപോലെ ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുനിരായ അബ്ദുറഹ്മാൻ മൗലവി ഒളവട്ടൂർ ഉസ്താദ് അവർകൾ, അതേപോലെ നമ്മുടെ SKSSFന്റെ ഗുരുത്തനായ സെക്രട്ടറി ബഹുനിരായ നമ്മുടെ സാബിർ കാമാട്ടുൽ, വേദിയിൽ ഉപവിഷ്ടരായി നേരത്തെ ഉണ്ടായിരുന്ന ബഹുനിരായ ഉസ്താദുമാർ, അതേപോലെ ഈ ഒരു പരിപാടിയിലേക്ക് കടന്നു വന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സംഗമം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരികയും ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിച്ച് സാലിഹായി ജീവിച്ച് കാമിലായ ഈമാനോടുകൂടി മരിക്കുവാനും സർവശക്തനായ റബ്ബ് നമ്മൾക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. പരിശുദ്ധമായ റമളാൻ വളരെ ഭംഗിയായി സ്വീകരിക്കുവാനും
ഒരുപാട് നന്മകൾ ചെയ്യുവാനും അതിനെ ആദരിക്കേണ്ട രീതിയിൽ ആദരിക്കുവാനും സർവശക്തനായ റബ്ബ് നമ്മൾക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. രോഗങ്ങൾ അനുഭവിക്കുന്നവർ അള്ളാഹു അവർക്ക് പൂർണ്ണമായ ശിഫ നൽകട്ടെ. അതേപോലെ കടങ്ങളുടെ പ്രയാസങ്ങൾ, ഒരുപാട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വീടില്ലാത്തവർ, മറ്റുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളിലൊക്കെ ഉൾപ്പെട്ട ആളുകൾ അള്ളാഹു അവർക്കൊക്കെ പെട്ടെന്ന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും വളരെ സന്തോഷത്തോടെ ജീവിച്ച് ആഫിയത്തോടെ ജീവിച്ച് നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് മടങ്ങുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് വൃദ്ധരായ ബഹുമാന്യരായ ആദരണീയരായ ഉസ്താദുമാർ ഇവിടെയുണ്ട്, രക്ഷിതാക്കളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞാൻ ആദ്യം തന്നെ ഈ ഒരു സദസ്സ് നിങ്ങളെ സ്തുതിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. വളരെ ആവശ്യമായ സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ ഒരു സുവർണാവസരം ലഭിക്കുകയും അതിലേക്ക് നിങ്ങളുടെ മഹനീയ സാന്നിധ്യം അറിയിക്കുകയും ചെയ്ത ഒരുപാട് ആളുകൾ ഇരിക്കുന്ന സദസ്സാണ് ഇത്. അതേപോലെ സ്വർഗീയ ലോകത്തൊരു ഭവനം കരസ്ഥമാക്കി എന്ന് നമ്മൾക്ക് ഉറപ്പാണ്, അല്ലേ? അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്ത് അനുഗ്രഹീതമായ ഒരു ഭവനം ആരൊക്കെയാണോ ആ പള്ളിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നത് നൽകിക്കൊണ്ട് സഹായിച്ചത്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഭവനം ലഭിച്ചു എന്നതിൽ സംശയമില്ല. നമ്മുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അള്ളാഹു അവിടെ ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. അതിൽ നരകത്തിൽ ഒരു നിമിഷം പോലും കടക്കാതെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അവിടെയുള്ള ആളുകൾക്ക് ഇനിയും അവസരമുണ്ട്. KSSF അബുദാബിയുടെ കീഴിൽ ഇന്നൊരു പള്ളി ഉദ്ഘാടനം ചെയ്തു, നാളൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒരുപാട് പള്ളി ലക്ഷ്യമുണ്ട്. താല്പര്യമുള്ള ആളുകളൊക്കെ ചോദിച്ചടുത്തേക്കൊന്നും വരാൻ നിൽക്കരുത്. ഇതൊക്കെ ആഖിറത്തിലേക്കുള്ള ഡെപ്പോസിറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി. നമ്മൾ മരിച്ചാലും മരിക്കാത്ത ചില നന്മകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റുകളോ മറ്റുള്ള പ്രവർത്തനങ്ങളോ അല്ല നമ്മൾക്ക് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നത്. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി. നമ്മൾ മരിച്ചാൽ നമ്മൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ അമൽ ഏതാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഒന്ന്, ബഅദ മൗതിഹി ഇൽമൻ അല്ലമഹു വനശറഹു. നമ്മുടെ മരണശേഷം നമ്മളിവിടെ പ്രചരിപ്പിച്ച നമ്മുടെ ഇൽമുകൾ നാളേക്ക് കടന്നു വരുമെന്നാണ്. ഇൽമ് എന്ന് പറയുമ്പോൾ അത് പറയുന്ന വെറും ഉസ്താദുമാരിലേക്ക് മാത്രം ഒതുക്കി വെക്കാൻ പാടില്ല. ഇതൊരു ഇൽമിന്റെ സദസ്സാണ്. ഇവിടെ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്, നമ്മൾ എന്താണ് കേൾക്കുന്നത്, അത് നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിക്കുമ്പോഴേക്കും അത് നാഫിയായ ഇൽമായി മാറാണ്. അതിലേക്ക് നമ്മൾ വരുന്നു, സ്ഥിരമായി ക്ലാസ്സിന് വരുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ എന്താണ് നമ്മൾക്ക് ലഭിക്കുന്നത് അത് നമ്മൾ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഭാര്യമാർക്കോ നമ്മുടെ ചങ്ങാതിമാർക്കോ എത്തിച്ചു കൊടുക്കുകയാണ്. ഒന്നുകിൽ വാട്സപ്പിലൂടെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയയിലൂടെ നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോൾ അവരിൽ ഒരാൾ നന്നായാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവിൽ നമ്മൾക്ക് ലഭിക്കുന്നതിനേക്കാളൊക്കെ പുണ്യം നമ്മൾ കാരണം ഒരാൾ നന്നാവലാണ്. അപ്പോൾ ഇൽമ് അത് ഉസ്താദുമാർക്ക് മാത്രമുള്ളതാണ്, നമ്മൾക്കൊന്നും അതിന്റെ പ്രതിഫലം ലഭിക്കില്ലല്ലോ എന്ന് കരുതാൻ പാടില്ല. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഒന്നാമത്തേത് അതാണ്, ഇൽമൻ അല്ലമഹു വനശറ. നമ്മൾ പഠിക്കുകയും മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ഇൽമ് നാളെ ഖബറിലേക്ക് കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ വലദൻ സ്വാലിഹൻ തറക. മരിച്ചു പോകുമ്പോ അള്ളാഹുവിനെ പേടിയുള്ള സ്വാലിഹീങ്ങളായ മക്കളെ ഇട്ടേച്ചിട്ടാണ് പോകുന്നത് എങ്കിൽ അതും നാളെ ഖബറിലേക്ക് ഒരുപാട് പ്രതിഫലങ്ങളായി വരുന്ന അമലാണ്. മൂന്നാമത് പറഞ്ഞത് ഔ മുസ്ഹഫൻ വറസ. നമ്മൾക്ക് കഴിയുമെങ്കിൽ ഏതെങ്കിലും പള്ളിയിലേക്കോ അല്ലെങ്കിൽ പാവങ്ങളായ വീടുകളിലേക്കൊക്കെ ഒരു മുസ്ഹഫ് നമ്മുടെ വക നമ്മൾ സ്പോൺസർ ചെയ്യാൻ. പരിശുദ്ധമായ റമളാനാണ് വരാനിരിക്കുന്നത്.
നമ്മുടെ നാട്ടിലുള്ള പള്ളികളിലേക്കൊക്കെ നമ്മളാൽ കഴിയുന്ന 1-2 മുസ്ഹഫുകൾ വാങ്ങി പള്ളിയിൽ കൊണ്ടുപോയി വെക്കുക. ആരൊക്കെയാണോ പാരായണം ചെയ്യുന്നത്, എത്ര കാലമാണ് ആ മുസ്ഹഫ് അവിടെ നിലനിൽക്കുന്നത്, അതൊക്കെ നമ്മുടെ ഖബറിലേക്ക് പാരായണം ചെയ്യുന്നതിനനുസരിച്ച് നന്മകൾ നിരന്തരമായി കടന്നു വരികയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നാട്ടിലുള്ള മക്കൾക്കൊക്കെ മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ടാകും. കഴിയുമെങ്കിൽ ഒരു മുസ്ഹഫ് നമ്മുടെ വക നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമത് പറഞ്ഞത് ഔ മസ്ജിദൻ ബന, നമ്മൾ നിർമ്മിച്ചു കൊടുത്ത പള്ളി. ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു പള്ളി നിർമ്മിക്കുക എന്നതൊരു പക്ഷേ പ്രയാസമായിരിക്കും, ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചിട്ട് ക്രൈസിസ് മാന്ദ്യം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടായിരിക്കണം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മൻ ബനാ ലില്ലാഹി ബൈതൻ കമിഫ്ഹസി ഖത്വാതിൻ, ഒരു മാടപ്രാവിന് ഇരിക്കാൻ ഉതകുന്ന, ഒരു പക്ഷിക്കിരിക്കാൻ ഉതകുന്ന ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചു കൊടുത്താൽ, എന്താണ് ഇതിന്റെ സാരം, എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു പക്ഷിക്കിരിക്കാൻ ഉതകുന്ന ഒരു പള്ളി നമ്മൾ നിർമ്മിച്ചു കൊടുത്താൽ വനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു ഭവനം അല്ലാഹു അയാൾക്ക് പണിത് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? നബി തങ്ങൾ പറഞ്ഞതാണ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ ഹബീബ് സ്വന്തമായി ശ്രേഷ്ഠമായി ഒന്നും സ്വമേധയാ പറഞ്ഞതല്ല, അള്ളാഹു പറയാൻ പറഞ്ഞതാണ്. നബിതങ്ങൾ പറഞ്ഞാൽ അതങ്ങനെയാണ്, അത് വിശ്വസിക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഒരു മാടപ്രാവിനിരിക്കാൻ ഉതകുന്ന ഒരു പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വന്തമായൊരു പള്ളി കെട്ടിച്ചു കൊടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു 100 ദിർഹം, അല്ലെങ്കിൽ എന്റെ വക ഒരു 1000 രൂപ, അല്ലെങ്കിൽ എന്റെ വക ഒരു 500 ദിർഹം എന്നൊക്കെ കരുതി ആ പണിയിലേക്ക് വേണ്ടി നമ്മൾ സഹായിക്കുമ്പോൾ ഈ സഹായിച്ച ആളുകൾക്കൊക്കെ അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരു ഭവനം നൽകുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇത് ആരൊക്കെയാണോ നൽകിയത്, നല്ല നീയത്തോടെ ഇഖ്ലാസോടെ നൽകിയ ആളുകൾ ആരാണ്, അവർക്കൊക്കെ ഒരു ഭവനം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. യാതൊരു ഡൗട്ടും യാതൊരു സംശയവും അതിൽ ഇല്ല. അള്ളാഹു നമ്മുടെ സ്വതക്കകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് അതിന്റെ വിശദീകരണം ഒരുപാടുണ്ട്. ഞാനത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഒന്നും കൂടി പറഞ്ഞു എന്നേയുള്ളൂ. അതുകൊണ്ട് തദ്വിഷയമായി ഈ ഒരു പള്ളി നിർമ്മാണം ഇനിയും ഇവിടെ നടക്കാനുണ്ട്. കഴിയുന്ന ആളുകൾ, സാമ്പത്തികമായി പുരോഗതിയുള്ള ആളുകൾ അവരുടെ സാമ്പത്തിക ആ സ്രോതസ് അനുസരിച്ച് കൊടുക്കുക. ഒന്നുമില്ലാത്ത, ജോലി വരെ ഇല്ലാത്ത ആളുകൾ ഉണ്ടെന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. 2 മാസമായി 3 മാസമായി ജോലിയില്ലാത്ത വിഷമിക്കുന്ന ആളുകളുണ്ട്. പടച്ചറബ് അവർക്കൊക്കെ ഖൈറായ ജോലി നൽകുമാറാവട്ടെ. അല്ലാഹു പ്രയാസങ്ങൾ, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്നൊരു പരിഹാരം, പെട്ടെന്നൊരു സന്തോഷമുള്ള വാർത്ത അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. അങ്ങനെ ഒരു ദുആ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. പ്രയാസം അനുഭവിക്കുമ്പോൾ ജോലിയിൽ നിന്ന് ഒഴിവാക്കാൻ, ഡിസ്മിസ് ചെയ്യാൻ, അതൊരു മുസീബത്താണ്, ഒരു ആപത്താണ് മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളപ്പോൾ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി. അല്ലാഹുവേ, ഇതൊരു മുസീബത്താണ്, ഇത് ഞാൻ അനുഭവിക്കുന്ന ഒരു വിപത്താണ്. ഈ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചുവിടുമ്പോ ഞാൻ ക്ഷമിക്കുകയാണ് നിനക്ക് വേണ്ടി, അതുകൊണ്ട് എനിക്ക് പ്രതിഫലം നൽകണം എന്നൊരാൾ ദുആ ചെയ്യാണ്. ഇതിന് പകരം വേറെ ഒന്ന് എനിക്ക് നൽകണം, ഇതിനേക്കാളും നല്ലത്. ഇപ്പോഴുണ്ടായിരുന്ന ജോലി ഒരു 2000 സാലറിയാണ്. ഇതിനേക്കാളും പകരം എനിക്ക് നൽകണം എന്നൊരു ദുആ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ 4000 ദിർഹംസിന്റെ ജോലിയായിരിക്കും നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിന്റെ സംഭവം നിങ്ങൾക്കറിയാം എങ്കിൽ ഒന്നും കൂടി ഞാൻ സൂചിപ്പിക്കാം. മഹ്ദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, എന്തിനാണ് ഉമ്മു സലമ നിങ്ങൾ കരയുന്നത്? ഉമ്മു സലമ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ഭർത്താവ് മരിച്ചുപോയി, ആ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എന്റെ മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുന്നു, എനിക്കിതിനേക്കാളും ഖൈറായത് നീ പകരം നൽകണേ എന്ന് താങ്കൾ ദുആ ചെയ്യൂ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോഴാണ് ഉമ്മു സലമ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അബൂ സലമയേക്കാൾ നല്ല ഒരാൾ എനിക്ക് ലഭിക്കാനോ?
അബൂ സലമയെക്കാളും നല്ലൊരു ഭർത്താവ് എനിക്ക് ലഭിക്കാനോ? ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ. ഞാൻ ചെല്ലാൻ തുടങ്ങി, ചെല്ലിയിട്ട് ദിവസങ്ങളായിട്ടില്ല. അബൂ സലമയെക്കാളും നല്ല, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ ഒരു മനുഷ്യൻ, ലോകത്തുള്ള സകലമാന ആളുകളെക്കാളും ശ്രേഷ്ഠതയുള്ള ഒരാൾ എന്നെ കല്യാണം കഴിച്ചു എന്ന് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയെ കല്യാണം കഴിച്ചു എന്നാണ്. ഈ ഒരു ദിക്ർ ചൊല്ലിയതിന്റെ പ്രതിഫലമായിട്ട് അല്ലാഹു എനിക്ക് നൽകിയതാണെന്ന് ഉമ്മു സലമ പറയാറുണ്ട് റളിയല്ലാഹു അൻഹ. നമ്മളും അങ്ങനെ ചെയ്യും. അപകടങ്ങൾ വരുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്നൊരു ദിക്ർ പതിവാക്കി. ഇൻഷാ അല്ലാഹ് അല്ലാഹു നൽകും. യാതൊരു വിഷമമോ യാതൊരു ടെൻഷനോ അതിൽ വേണ്ട. ആത്മാർത്ഥമായി നിങ്ങൾ ചെല്ലാൻ തയ്യാറുണ്ടോ? അല്ലാഹുവാണ് പകരം നൽകുന്നത്. അല്ലാഹു എല്ലാവർക്കും പകരം നൽകുമാറാവട്ടെ. ഏതായാലും നമ്മുടെ വിഷയം പരിശുദ്ധമായ റമളാനിന്റെ മുന്നൊരുക്കം എന്നൊരു വിഷയമാണ്. നാളെയും കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് റമളാനിലേക്ക് അങ്ങോട്ട് കയറാതെ അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെയാവണം എന്നൊരു വിഷയത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചിട്ട് ശഅബാൻ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടമുള്ള മാസമായിരുന്നു ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സ്നേഹിച്ച മാസമാണ്, ഇഷ്ടപ്പെട്ട മാസമാണ് ശഅബാൻ എന്നുള്ളത്. കാരണം രണ്ട് സന്തോഷമാണ്, രണ്ട് ആഹ്ലാദമാണ് അല്ലാഹുവിന്റെ ഹബീബിന് ഈ മാസത്തിൽ ലഭിച്ചത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ فولي وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകങ്ങളിൽ നിന്നൊരു ആയത്ത് ഇറങ്ങുമോ എന്ന് കാത്തിരിക്കുകയാണ്. ആകാശലോകങ്ങളിൽ നിന്ന് ഒരായത്തും പ്രതീക്ഷിച്ച്, ഒരു സന്ദേശവും പ്രതീക്ഷിച്ച് നബി തങ്ങൾ ഇരിക്കുമ്പോഴാണ് അല്ലാഹു ഒരു ആയത്തിറക്കി കൊടുക്കുന്നത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കുന്നത്? ഒരുപാട് കാലമായി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിരിക്കുകയാണല്ലോ. ഖിബ്ല ബൈത്തുൽ മുഖദ്ദസിലേക്കാണല്ലോ. അത് മാറി കഅബയിലേക്ക് ഖിബ്ലയാകണമെന്നൊരു ആഗ്രഹം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്കുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ എങ്ങനെയാണ് കഅബയിലേക്ക് തിരിയാൻ പറ്റുക? അല്ലാഹുവിന്റെ ഒരു തീരുമാനം വരണം. ഇപ്പോൾ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോഴാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ ആയത്തിറക്കുന്നത്. നമ്മുടെ വീട്ടിലേക്കൊക്കെ, പ്രത്യേകിച്ചിട്ട് പ്രവാസികളായ നമ്മൾ, പ്രവാസികളെ കുറിച്ച് പറയുന്ന എഴുത്തെനിക്കൊരു വായിക്കാൻ സാധിച്ച ഒരു വാക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. സ്വന്തം വീട്ടിൽ അതിഥിയായി ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് പ്രവാസികൾ, അല്ലേ? സ്വന്തം വീട്ടിൽ അതിഥികളായി ജീവിക്കേണ്ടി വരുന്ന വളരെ വലിയൊരു സൗഭാഗ്യം ലഭിച്ച ആളുകളാണ്. അപ്പോൾ നമ്മൾ ഗൾഫിൽ പോവാണെന്ന് സങ്കല്പിക്കാം. ഭാര്യ കാത്തിരിക്കും. 9 മണിക്കെത്തുമെന്ന് പറഞ്ഞാൽ 8 മണിക്ക് തന്നെ ഭാര്യ കാത്തിരിക്കും. ഇടക്കിടക്ക് ഡോറൊക്കെ തുറക്കും, എത്തിയോ ഭർത്താവ് എത്തിയോ എന്ന് കാത്തിരിക്കും. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കുന്നു. ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു സന്ദേശവുമായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു അയക്കുമെന്ന പ്രതീക്ഷയോടെ. അപ്പോഴാണ് അല്ലാഹു അയക്കുന്നത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ. നബിയേ, നിങ്ങൾ ഇടയ്ക്കിടെ ആകാശത്തേക്ക് നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നബിയേ, ആകാശത്തേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. അത് ഞാൻ കാണാഞ്ഞിട്ടല്ല, അത് ഞാൻ അറിയാഞ്ഞിട്ടല്ല, അത് ഞാൻ കാണുന്നുണ്ട് നബിയേ. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. നിങ്ങൾക്ക് ഏത് ഖിബ്ലയാണോ ഇഷ്ടം, ഏത് ഖിബ്ലയോടാണോ താല്പര്യം, അവിടേക്ക് നിങ്ങളുടെ ഖിബ്ലയെ ഞാൻ മാറ്റാൻ പോവുകയാണ് നബിയേ. അതുകൊണ്ട് ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദിൽ ഹറാം, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചിരുന്ന നിങ്ങൾ ഇന്നു മുതൽ മസ്ജിദുൽ ഹറാമിലുള്ള കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചോളൂ എന്ന അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും സന്തോഷം നൽകുന്നവരായിട്ടിറങ്ങിയത് പരിശുദ്ധമായ ശഅബാനിലാണ്. അല്ലാഹുവിന്റെ ഹബീബിന് വളരെ സന്തോഷം ലഭിച്ച മാസമാണ് ശഅബാൻ മാസം.
ആ ഒരു സന്തോഷം കൂടി ലഭിക്കുന്നുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ഒരു ആയത്ത് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എവിടെ നിന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഖുത്ബയിൽ ഇവിടെ ഉണ്ടോ? അത് ഇവിടെ ഉണ്ടല്ലേ. ഖുത്ബയിൽ കേൾക്കുന്ന ഒരു ആയത്താണ്. ഈ ആയത്ത് അല്ലാഹുവിന്റെ ഹബീബിന് ഇറങ്ങിയത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണെന്ന് അല്ലാഹു തആല പറയുന്നു. ഇന്നല്ലാഹ വമലായികതഹു, അല്ലാഹുവും അവന്റെ മലക്കുകളും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, നബിയേ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ് അല്ലാഹുവും അവന്റെ മലക്കുകളും. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് നിർബന്ധമാണോ അല്ല സുന്നത്താണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? സുന്നത്താണെന്നാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. ജീവിതത്തിൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലാതെ ഒരാൾ മരിച്ചുപോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. കാരണം ഇത് കൽപ്പനയാണ്. സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നബിയെ സത്യവിശ്വാസികളായ ആളുകൾ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലട്ടെ. അതുകൊണ്ട് അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, പിന്നെ നിങ്ങൾക്ക് എന്റെ സ്വലാത്ത് ചൊല്ലിക്കൂടെ? ഞാൻ ചൊല്ലുന്നുണ്ട്, എന്റെ മലക്കുകളും ചൊല്ലുന്നുണ്ട്, നിങ്ങൾക്ക് എന്റെ സ്വലാത്ത് ചൊല്ലിക്കൂടെ? നമ്മൾ സ്വലാത്ത് ചൊല്ലണം എന്ന് അല്ലാഹു പറയുകയാണ്. ഈ ഒരു ആയത്തിറങ്ങിയത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബിന് സന്തോഷം നൽകിയ ഒരു ആയത്താണ്. അതുകൊണ്ട് പരിശുദ്ധമായ ശഅബാൻ അല്ലാഹുവിന്റെ ഹബീബ് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു മാസവും കൂടിയാണ്. നമ്മളും ഇഷ്ടപ്പെടുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചില സ്ഥലങ്ങൾക്ക് അല്ലാഹു പ്രാധാന്യം നൽകാറുണ്ട്, അല്ലെ? ചില സ്ഥലങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. അതേപോലെ ചില സമയങ്ങൾക്കും അല്ലാഹു തആല പ്രാധാന്യം നൽകാറുണ്ട്. ആ പ്രാധാന്യങ്ങളെ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മൾ ബഹുമാനിച്ചിരിക്കണം. ആരാണ് അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നത്? ആരാണ് അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുന്നത്? ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിൽ തഖ്വയുള്ള ആളുകൾക്ക്, അല്ലാഹുവിനെ പേടിയുള്ള ആളുകൾക്ക് അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ പറ്റുകയുള്ളൂ, അല്ലേ? അല്ലാഹു ബഹുമാനിച്ച സ്ഥലങ്ങളാണല്ലോ ഇൽമിന്റെ സദസ്സുകളൊക്കെ. അല്ലാഹു ആദരിച്ച സ്ഥലങ്ങളാണല്ലോ മദീനയും മക്കയും ഒക്കെ. അല്ലാഹു ബഹുമാനിച്ച സമയങ്ങളാണ് പരിശുദ്ധമായ റമളാൻ മാസം, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 നാളുകൾ, പരിശുദ്ധമായ റജബും ശഅബാനും അല്ലാഹു ബഹുമാനിച്ച മാസമാണ്. അതുകൊണ്ട് നമ്മളും ബഹുമാനിക്കുക. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, നബി തങ്ങൾ പറയുകയാണ്, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ, എന്റെ ഈ പള്ളിയിൽ ഒരാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാ, നമ്മുടെ പള്ളികളിലൊക്കെ ഷെയ്ഖ് സായിദ് പള്ളിയാണെങ്കിലും ഏത് പള്ളികളാണെങ്കിലും അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ 1000 തവണ നിസ്കരിച്ച ശ്രേഷ്ഠത എന്റെ പള്ളിയിൽ നിസ്കരിച്ചാൽ അല്ലാഹു തആല നൽകുമെന്ന് എന്റെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ആ സ്ഥലത്തിന്റെ പവിത്രതയാണത്. അതേപോലെ പരിശുദ്ധമായ റമളാനിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, വഹുവ ഷഹ്റുൻ, ഒരുപാട് ശ്രേഷ്ഠതയുള്ള മാസമാണത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അതിലൊരാൾ ഒരു സുന്നത്ത് ചെയ്താൽ റമളാൻ മാസത്തിൽ ഒരാൾ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർള് ചെയ്തതിന്റെ പ്രതിഫലമാണല്ലോ. റമളാൻ മാസത്തിൽ ഇവിടെ ചെയ്യുന്ന ഒരു സുന്നത്ത് റമളാനിൽ ചെയ്താൽ ഒരു ഫർള് ചെയ്ത ശ്രേഷ്ഠതയാണ്. എന്റെ ആ ഒരു മാസത്തിന്റെയും ആ ഒരു സമയത്തിന്റെയും പവിത്രതയാണത്. അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ,
വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 83 വർഷക്കാലം അമൽ ചെയ്തതിനേക്കാളും പുണ്യം ലഭിക്കുന്നുണ്ട് ഒരൊറ്റൊരു രാത്രിയുടെ നന്മ കൊണ്ട്. അല്ലേ? 83 വർഷവും 4 മാസവും നമ്മൾ ചെയ്യുന്ന അമലിനേക്കാളും ശ്രേഷ്ഠത അത്രയല്ല. 83 വർഷവും 4 മാസവും ചെയ്യുന്ന അമല് ആ ഒരു ശ്രേഷ്ഠതയല്ല. ഖൈറും മിൻ, അതിനേക്കാളും ശ്രേഷ്ഠത. അവർ പക്ഷേ 830 വർഷവും ആയേക്കാം. അല്ലാഹു എന്താ പറയുന്നത്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന അമലിനേക്കാളും പുണ്യമാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ചെയ്യുന്ന അമലിന് അല്ലാഹു നൽകുന്നത്. ഒരുപക്ഷേ 1000 അല്ല, 10,000 മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നന്മകളെക്കാളും പ്രതിഫലം അല്ലാഹു നമ്മൾക്ക് നൽകിയേക്കാം. ഇഖ്ലാസ് പോലെയാണ്, താല്പര്യം പോലെയാണ്, നമ്മുടെ നിയ്യത്ത് പോലെയാണ്. അല്ലാഹു നമ്മുടെ നിയ്യത്തൊക്കെ നല്ല രീതിയിൽ സ്വീകരിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട മാസമാണ് വരാനിരിക്കുന്നത്. തെറ്റുകൾ കരിച്ചു കളയുന്നൊരു മാസമാണ്. അല്ലാഹു അതിനെ ബഹുമാനിക്കുവാനും അതിലൊരുപാട് നന്മ ചെയ്യുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. 5 കാര്യങ്ങളിലാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ ഒരു ഇസ്ലാം നിലനിൽക്കുന്നത്. 5 കാര്യത്തിലാണ്. 1 ഷഹാദ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പിന്നെ അസ്വലാഹ്, നിസ്കാരം. പിന്നെ ഈതാഉ സകാത്ത് കൊടുത്തു വിടണം. പിന്നെ ഹജ്ജ് ചെയ്യണം. പിന്നെ നോമ്പ് പിടിക്കണം. ഈ 5 കാര്യത്തിലാണ്, ഈ 5 തൂണിന്മേലാണ് പരിശുദ്ധമായ ഇസ്ലാം നിലനിൽക്കുന്നത്. ഒരു തൂണ് പോയാലോ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കും. ഒരു തൂണും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അറഅയ്ത ഇദാ സ്വല്ലൈതുൽ മക്തൂബാത്ത്, ഞാൻ 5 വക്ത് നിസ്കാരം നിർവഹിച്ചാൽ, വസുംതു റമളാൻ, പരിശുദ്ധമായ റമളാനിൽ ഞാൻ നോമ്പ് നോറ്റാൽ, വ അഹ്ലൽതുൽ ഹലാൽ, ഹലാലായ കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്നുള്ളൂ, വ ഹറംതുൽ ഹറാം, ഹറാമായ കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കുകയും ചെയ്താൽ, വലം ആരിദ അലാ ദാലിക, ഇതിനേക്കാളും കൂടുതലായി ഞാൻ എന്റെ ജീവിതത്തിൽ ഒന്നുപോലും ചെയ്തില്ല. നോമ്പ് പിടിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, അല്ലാഹു കൽപ്പിച്ചത് ചെയ്യുകയും അല്ലാഹു ചെയ്യില്ല എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ഞാൻ ചെയ്താൽ എന്റെ അവസ്ഥ എന്താണ് നബിയെ? എനിക്കെന്താണ് ലഭിക്കാൻ പോകുന്നത്? അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്കാണോ കടക്കാൻ പോകുന്നത്? എനിക്ക് സ്വർഗം ലഭിക്കുമോ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് അസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നഅം, അതെ, നോമ്പ് പിടിക്കണം, സകാത്ത് കൊടുക്കണം, അതേപോലെ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിൽ വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ട് ഹറാമ് ചെയ്യാതെ ജീവിച്ചാൽ നിനക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർഗമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. 5 വക്ത് നിസ്കരിക്കുക, നോമ്പ് നോക്കുക, സകാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, അതും കഴിയുന്ന ആളുകൾ ഷഹാദത്ത് കലിമയിൽ വിശ്വസിക്കുക, പിന്നെ ഹറാമിൽ നിന്നൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെയൊക്കെ ദുആ, നിസ്കാരം കഴിഞ്ഞ് ദുആ ഇല്ലാത്ത നാടാണ് അല്ലേ? ആ ഒരു സമയത്ത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്യാറുണ്ടോ? നിസ്കാര ശേഷം ആരെങ്കിലും അങ്ങനെ ദുആ ചെയ്യാറുണ്ടോ? നാട്ടിലാകുമ്പോൾ നമ്മുടെ ഉസ്താദുമാര് ദുആ ചെയ്യുമ്പോൾ ആമീൻ ആമീൻ എന്ന് പറയാറുണ്ട്. അർത്ഥം ആലോചിക്കാറില്ല, എന്താണ് ദുആ ചെയ്യുന്നത് എന്നവരെ അറിയാറില്ല. എങ്കിലും നമ്മൾ ആമീൻ എന്ന് പറയാറുണ്ട് പേഴ്സണലായി. നിസ്കാരശേഷം, എല്ലാ നിസ്കാരശേഷവും ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകളെ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഞാൻ ചോദിക്കും, നമ്മുടെ മനസ്സിൽ എത്ര താല്പര്യമുണ്ട് ആ റമളാനിനെ സ്വീകരിക്കാൻ? നമ്മൾ ഉസ്താദുമാര് ദുആ ചെയ്യുമ്പോൾ ആമീൻ എന്ന് പറയുന്നുണ്ട്, അല്ലാതെ പേഴ്സണലായി നിസ്കാരശേഷം പടച്ച റബ്ബേ, തഹജ്ജുദിന് എണീറ്റിട്ട് പടച്ച റബ്ബേ റമളാൻ എത്തിച്ചു തരണം എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? റമളാനിന്റെ ആ റമളാൻ എത്തുക എന്നത് വളരെ ഒരു ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്. അത് ലഭിക്കുക എന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നാളെ ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
അള്ളാഹുവിന്റെ സഹാബാക്കൾ നമ്മളൊരു ചെയ്തു എന്നാണ്. 6 മാസം മുമ്പ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാൻ മാസം നീ എനിക്ക് എത്തിച്ചു തരണേ എന്ന് 6 മാസക്കാലമാണ് ദുആ ചെയ്തത്. നമ്മൾ 2 മാസം പോലും ദുആ ചെയ്യാറില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, റബ്ബേ റജബിൽ ബറക്കത്ത് ചെയ്യണം. ആ റജബ് കഴിഞ്ഞിരിക്കുകയാണ്. ശഅബാനും ബറക്കത്ത് ചെയ്യണം. ശഅബാനും ഇത് 5-6 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഒരുപാട് വൈകി ഓടുകയാണ് നമ്മൾ, ഒരുപാട് വൈകി ഓടുകയാണ്. എനിക്ക് തോന്നുന്നതാണ് ഈ റമളാൻ പ്രഭാഷണങ്ങൾ, അഹ്ലൻ റമളാൻ അല്ലെ, റമളാൻ പ്രഭാഷണങ്ങളൊക്കെ റജബിന്റെ തുടക്കത്തിൽ തന്നെ വെക്കണമെന്ന് എനിക്ക് തോന്നുന്നതാണ്. കാരണം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, റമളാനിലേക്ക് ഒരുങ്ങാൻ പറഞ്ഞത് 2 മാസം മുമ്പാണ്. റമളാനിന്റെ 5 ദിവസം മുമ്പല്ല. അള്ളാഹു മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, കൃഷി ചെയ്യേണ്ട മാസം റജബാണ്. റജബുൻ ശഹ്റു സറഇ, കൃഷി ചെയ്യേണ്ട മാസമാണ് റജബ് എന്നാൽ. അതേപോലെ ശഅബാനു ശഹ്റു സഖി, അതിന് വെള്ളം കൊടുക്കേണ്ട മാസമാണ് ശഅബാൻ എന്ന് പറഞ്ഞാൽ. വറമളാനു ശഹ്റുൽ ഹസ്വാദ്, നമ്മൾ ചെയ്ത കൃഷി കൊയ്തെടുക്കേണ്ട മാസമാണ് റമളാൻ. എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ചോദിക്കുന്നുണ്ട്, കൃഷി ചെയ്തിട്ടില്ല, നമ്മൾ വിത്ത് പാകിയിട്ടില്ല റജബ് മാസത്തിൽ, ശഅബാനിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് റമളാൻ മാസം നമ്മൾക്ക് കൊയ്തെടുക്കാൻ പറ്റുക? അല്ലേ, നമ്മൾക്ക് സാധിക്കോ? നമ്മൾ തയ്യാറായിട്ടുണ്ടോ? റജബിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായി വല്ലതും നമ്മൾ ചെയ്തിട്ടുണ്ടോ? ശഅബാനിൽ അതുപോട്ടെ, റജബ് കഴിഞ്ഞു, ശഅബാനിൽ വല്ലതും നമ്മൾ പ്രത്യേകമായി ചെയ്തിട്ടുണ്ടോ? മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വിപരീതമായി ഞാനൊന്ന് ഖുർആൻ ഓതട്ടെ, ഞാനൊന്ന് സുന്നത്ത് മുമ്പ് പിടിക്കട്ടെ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കട്ടെ എന്നൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ റമളാനിനെ സ്വീകരിക്കുന്നു എന്ന് പറയാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് പാഴ്ച ഒരുപാട് വരുന്നുണ്ട്. അള്ളാഹു പരിഹരിച്ചു തരുമാറാവട്ടെ, അള്ളാഹു നമ്മൾക്ക് പൊറുച്ചു തരുമാറാവട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് റമളാൻ എത്തിച്ചു തരണേ അല്ലാ. പരിശുദ്ധമായ റമളാനിൽ ഒരുപാട് നന്മകൾ അധികരിപ്പിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ റമളാനിന് മുമ്പ് നീ ഞങ്ങളെ കൊണ്ടുപോകല്ലേ റബ്ബേ. പരിശുദ്ധമായ റമളാൻ വരെ, റമളാൻ കഴിയുന്നത് വരെ ജീവിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. 6 മാസം മുമ്പ് ദുആ ചെയ്തു, പരിശുദ്ധമായ റമളാൻ എനിക്ക് നൽകണേ എന്ന്. ഇതാ റമളാനിന്റെ 5 ദിവസം മുമ്പാണ് നമ്മൾ ഇരിക്കുന്നത്. ഇന്ന് വരെ ദുആ ചെയ്യാത്ത ആളുകൾ നമ്മളിലുണ്ട്, ഇല്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്ന് വരെ അല്ലാഹുവേ എനിക്ക് റമളാനെ എത്തിച്ചു തരണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാത്ത ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്. 5 ദിവസമേ ബാക്കിയുള്ളൂ. എങ്ങനെയാണ് ആ റമളാനിൽ നന്മ ചെയ്യാൻ നമ്മൾക്ക് പറ്റുക? മഹാന്മാരായ സ്വഹാബാക്കളും മഹാന്മാരായ പണ്ഡിതന്മാരുമെല്ലാം 6 മാസം മുമ്പ് ദുആ ചെയ്തപ്പോഴേക്കും റമളാനാകുമ്പോഴേക്കും അവരുടെ ഹൃദയം പറപ്പെട്ടു വന്നു. അവരുടെ ഹൃദയം നന്മ ചെയ്യാൻ പാകത്തിലായി വന്നു. അവരുടെ നാവിൽ ദിക്റുകളെ വരാറുള്ളൂ. അവരുടെ ശരീരങ്ങളൊക്കെ നിസ്കരിക്കുവാനും നിസ്കരിക്കുവാനും ഖുർആൻ ഓതുവാനും താല്പര്യങ്ങളുടെ ഹൃദയമായി എന്റെ ഒരുപാട് കാലത്തെ ട്രെയിനിങ് ലഭിച്ചപ്പോഴേക്കും പരിശുദ്ധമായ റമളാനാകുമ്പോഴേക്കും ആ ട്രെയിനിങ്ങിന്റെ വിജയം അവർക്ക് കണ്ടെത്തുകയാണ്. ഏതായാലും ഞാൻ പറയാൻ വരുന്നത്, ഇനി ഒരു 5 ദിവസമേ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. ആ 5 ദിവസം കൊണ്ട് നമ്മൾ നന്മ ചെയ്ത് റമളാനാകുമ്പോഴേക്കും ഹൃദയം ശുദ്ധീകരിക്കാൻ ശ്രമിക്കണം. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ശഅബാനിന് ഒരുപാട് പ്രാധാന്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന്. അള്ളാഹുവിന്റെ ഹബീബ് ചെയ്യുമ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ ചെയ്യുമ്പോ സലഫ് സാലിഹീങ്ങളായ താബിഈങ്ങളും പണ്ഡിതന്മാരും ചെയ്യുമ്പോ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വിഡ്ഢികളായ അമരന്മാരായ അമലുകളില്ലാത്ത നമ്മളെത്ര ചെയ്യണം? നമ്മളല്ലേ കൂടുതൽ ചെയ്യേണ്ടത്, നമ്മളല്ലേ അവരെക്കാളും നന്മ ചെയ്യേണ്ടത്. എന്നാൽ നേരെ വിപരീതമാണല്ലോ ഇവിടെ നടക്കുന്നത്. അല്ലാഹു നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന ന്യൂനതകളെല്ലാം പരിഹരിച്ചു തരുമാറാവട്ടെ. ഏതായാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ കണ്ടിട്ടില്ല, ഇസ്തക്മല സിയാം ശഹരിൻ ഖത്തു, ഒരു മാസത്തിലും അല്ലാഹുവിന്റെ ഹബീബ് പൂർണ്ണമായി നോമ്പ് നോക്കിയിട്ടില്ല. ഇല്ലാ ശഹ്റു റമളാൻ, പരിശുദ്ധമായ റമളാൻ മാസം ഒഴികെ. റമളാൻ മാസം വന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പൂർണ്ണമായി നോമ്പ് പിടിക്കുമായിരുന്നു.
വമാ റഅയ്തുഹു ഫീ ശഹ്രിൻ അക്സറു സിയാമൻ മിൻഹു ഫീ ശഅബാൻ. എന്നാൽ ശഅബാനിൽ അധികരിപ്പിച്ചതുപോലെ വേറെ ഒരു മാസത്തിലും അല്ലാഹുവിന്റെ ഹബീബ് നോമ്പ് നോക്കിയിട്ടേ ഇല്ല. ഏറ്റവും കൂടുതൽ നോമ്പ് പഠിച്ചത് ശഅബാനിലാണ്. റമളാനിൽ എല്ലാ ദിവസവും നോമ്പ് നോക്കാറുണ്ട്. എന്നാൽ ശഅബാനിൽ മറ്റുള്ള മാസങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ശഅബാനിൽ നോക്കിയതുപോലെ, ശഅബാനിൽ അനുഷ്ഠിച്ചതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് നോമ്പ് നോക്കിയ മാസമേ ഇല്ല എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, റമളാനിൽ ശഅബാനിൽ മുഴുവനും നോമ്പ് പിടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയെങ്കിലും നമ്മൾ നോമ്പ് പിടിക്കാറുണ്ടോ? എനിക്കറിയാം, ശഅബാൻ 1 മുതൽ 15 വരെ തുടർച്ചയായി നോമ്പ് നോറ്റ ചെറുപ്പക്കാരറിയാം. നമ്മുടെ ഗൾഫിലുള്ള എത്രയോ പ്രവാസികൾ, അല്ലാഹുവിനെ പേടിക്കുന്ന പ്രവാസികളുണ്ട്. നാടിനെ സംബന്ധിച്ചിടത്തോളം ഈമാനും തഖ്വയും കൂടുതലുള്ളത് പ്രവാസികളായ ആൾക്കാണെന്ന് തോന്നിപ്പോവുകയാണ്, അല്ലേ? ഇങ്ങനൊരു വാല നാട്ടിൽ വെക്കുമ്പോൾ ഇത്രയും സൗകര്യത്തോടെ ആളുകൾ ഇരിക്കാൻ തയ്യാറാവുമോ? എന്നാൽ ഈ ജോലിയുടെ ക്ഷീണമെല്ലാം മറച്ചുവെച്ചുകൊണ്ട് ഇങ്ങനൊരു പരിപാടിയിലേക്ക് വരുന്ന പ്രവാസികളായ ആളുകൾ അല്ലാഹു ഇഹപര വിജയം നൽകുമാറാവട്ടെ. ഞാൻ പറയട്ടെ, ഈ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കോണ്ടാക്ട് ചെയ്യുന്ന, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഡിസംബറിലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നത്. എത്രയോ സുഹൃത്തുക്കൾ നിരന്തരമായി ബന്ധപ്പെടാറുണ്ട്. അവരുടെ നാട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഏകദേശം കണ്ണൂരും ഏകദേശം കാസർഗോഡ്, കണ്ണൂർ മാത്രമായി ഒതുങ്ങിയിരുന്ന എന്നെ തൃശ്ശൂരിലേക്കും തിരുവനന്തപുരത്തേക്കും ആലപ്പുഴയിലേക്കും അതുപോലെ പാലക്കാട്ടേക്കും എത്തിച്ചത് ഇങ്ങനെയുള്ള ഒരു പരിപാടിയാണെന്ന് ഞാൻ മറക്കുന്നില്ല. ഇവിടെയുള്ള ആളുകൾ വിളിക്കാറുണ്ട്, ഉസ്താദേ ഞാൻ അബുദാബിയിൽ വെച്ച് കണ്ട ആളാണ്, എന്റെ നാട്ടിൽ പരിപാടിക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട് എത്രയോ ആളുകൾ വിളിക്കാറുണ്ട്. അള്ളാഹു പ്രവാസികളായ ആളുകളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതായാലും ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുകയാണ്, ശഅബാനിൽ അനുഷ്ഠിച്ചതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് വേറൊരു മാസത്തിലും നോമ്പ് അനുഷ്ഠിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു, 15 ദിവസം തുടർച്ചയായി നോമ്പ് നോക്കിയൊരു ചെറുപ്പക്കാരൻ. അത് കഴിഞ്ഞ ഉടനെ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് നോക്കുന്നൊരു ചെറുപ്പക്കാരൻ എനിക്കറിയാം. അതുപോലെ ഈ സദസ്സിലും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഏതായാലും ഇതൊന്നും മറന്നിട്ടില്ല ഞാൻ പറയുന്നത്, ഇതെല്ലാം വിസ്മരിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. ഒരു ദിവസം എന്റെ ഒരു സുഹൃത്തിന്റെ കൂടെ വലത് കഴിഞ്ഞ് ഞാനൊരു പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് കയ്യിൽ ഒരുപാട് ബീഡ്സുകളുണ്ട്, കഴുത്തിൽ മാലയുള്ള ഒരു ചെറുപ്പക്കാരൻ മഗ്രിബ് നിസ്കരിച്ച ഉടനെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നു. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. എന്റെ സുഹൃത്ത് അയാൾ എനിക്ക് കാണിച്ചു തന്നു. ആ കാണിച്ചു തരാനും ചില കാരണങ്ങളുണ്ട്. അയാളുടെ കയ്യിൽ ഒരുപാട് ചെയിനുകളുണ്ട്, അയാളുടെ കഴുത്തിൽ മാലയുണ്ട്, എന്നിട്ടും പരിശുദ്ധമായ ഖുർആൻ ഓതുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. ഏതായാലും ഞാൻ പറയുന്നത്, നമ്മൾ ഒരുപാട് കളികളും ഒരുപാട് തെറ്റുകളും ചെയ്യുമ്പോ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ട് നന്മ ചെയ്യാൻ നമ്മൾ മറക്കാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നമ്മോട് പഠിപ്പിക്കുകയാണ്, കാന അഹബ്ബ ശുഹൂരി ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടമുള്ള മാസം ഏതായിരുന്നുവെന്ന്, അയ്യസൂമഹു ശഅബാൻ, ശഅബാനിൽ നോമ്പ് പിടിക്കാനായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടമെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്ത റസൂലിന്റെ സ്നേഹിതനായ ഉസാമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, എന്തിനാണ് നിങ്ങൾ ശഅബാനിൽ മാത്രം ഇത്രത്തോളം നോമ്പ് പിടിക്കുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, മറ്റൊരു മാസത്തിലും ഇങ്ങനെ നോമ്പനുഷ്ഠിക്കാറില്ലല്ലോ, മറ്റൊരു മാസത്തിലും ഇത്രത്തോളം നോമ്പുകൾ നോക്കാറില്ലല്ലോ, എന്തേ ശഅബാനിൽ മാത്രം ഇത്രത്തോളം നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് മറുപടി പറഞ്ഞത്. ആരാണ് മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു? അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്നേഹിതനാണ്. ഒരിക്കൽ ഒരു മുതിർന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷ്ടിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ചങ്ങാതിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉസാമയെ പറഞ്ഞേക്കുന്നത് നബി തങ്ങളുടെ അടുത്തേക്ക്.
നബി തങ്ങൾ ആ സഹോദരിയുടെ കൈ മുറിക്കാൻ കൽപ്പിച്ചിരുന്നു. ഉസാമയോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചങ്ങാതിയല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സുഹൃത്തല്ലേ, നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമോ നബി തങ്ങളോട്? നിങ്ങൾ നബി തങ്ങളോട് പറയുമോ ആ ഒരു വിധിയിൽ നിന്നൊന്ന് മാറാൻ വേണ്ടി ആ പെണ്ണിനെ ശിക്ഷിക്കല്ല, ആ പെണ്ണിന് ഇളവ് നൽകണമെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുമോ എന്ന് മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഖം ചുവന്ന് തുടുത്തത്. എന്താണ് ഉസാമ നീ പറയുന്നത്? ഏതെങ്കിലും മുതിർന്ന ഗോത്രത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കല്ല എന്നാണോ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട KMCC-യുടെയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതാക്കൾ പഠിക്കേണ്ട വിഷയമാണിത്. നാട്ടുകാർ എന്റെ പാർട്ടിക്കാരനാണെങ്കിലും എന്റെ സംഘടനക്കാരനാണെങ്കിലും തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് എന്റെ പയ്യനാണ്, എന്റെ പാർട്ടിക്കാരനാണ്, അവർ ശിക്ഷിക്കല്ല എന്ന് വിളിച്ചു പറയുന്നൊരു സമ്പ്രദായമുണ്ടല്ലോ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സമ്പ്രദായമാണത്. നിരപരാധികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെങ്കിൽ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതും നമ്മുടെ ബാധ്യത തന്നെയാണ്. ഹെൽമെറ്റ് ധരിക്കാതെ, അതുപോലെ തന്നെ ഒരുപാട് നാട്ടിൽ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന രാഷ്ട്രീയ പയ്യന്മാരെയൊക്കെ 4 വോട്ടിന് വേണ്ടി സംരക്ഷിച്ചു നിർത്തുന്ന ചില നേതാക്കന്മാരുണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ ശാപമാണ് വരാനിരിക്കുന്നത്. ഇന്നൊരു തെറ്റ് ചെയ്താൽ അവരെ പോലീസുകാർ കൊണ്ടുപോകുമ്പോഴേക്കും രാഷ്ട്രീയ നേതാക്കന്മാരുടെ തുരുതുരാവിളിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം, കാസർഗോഡ് ജില്ലയിൽ ഒരു SP പറഞ്ഞൊരു സംഭവം ഞാൻ മറന്നിട്ടില്ല. ഒരുപാട് വേദികളിൽ ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. ഹെൽമറ്റ് ധരിക്കാതെ, പ്രായപൂർത്തിയാവാത്തൊരു കുട്ടി ഹെൽമറ്റ് ധരിക്കാതെ വഴിയിലൂടെ പോകുമ്പോഴാണ് പോലീസ് കൈ കാണിക്കുന്നത്. എന്നിട്ട് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് ഉമ്മയോടും ഉപ്പയോടും വരാൻ പറഞ്ഞപ്പോഴാണ് രാഷ്ട്രീയ മേലാളന്മാർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. സാറേ, ഇത് നമ്മളുടെ പയ്യനാണ്, ഇത് എന്റെ പയ്യനാണ്, എന്റെ പാർട്ടിക്കാരനാണ്, നിങ്ങളെ ഈ കുട്ടിയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് പോലീസുകാരൻ പറഞ്ഞത് പറ്റില്ല. നിങ്ങളാണോ ഇയാൾക്ക് ഭക്ഷണം നൽകുന്നത്? നിങ്ങളാണോ ഇയാൾക്ക് വെള്ളം നൽകുന്നത്? ഈ കുട്ടിയെ മോചിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഈ കുട്ടിയുടെ പാരന്റ്സ് വരാതെ, ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ വരാതെ ഞാൻ മോചിപ്പിക്കില്ല എന്ന് വാശി പിടിപ്പിച്ചപ്പോഴാണ് അവർ പറയുന്നത് കുട്ടിയുടെ പിതാവ് ഗൾഫിലാണെന്ന്. എന്നാ കുഴപ്പമില്ല, ഉമ്മയെ വിളിച്ചു വാ. ഉമ്മ പുറത്തിറങ്ങാറില്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ തയ്യാറല്ലാത്ത ഷോപ്പുകളിൽ നിന്ന് ഷോപ്പുകളിലേക്ക് പ്രയാണം നടത്തുന്ന നമ്മുടെ ഉമ്മമാരെ കുറിച്ചാണ് പറയുന്നത്. ഉമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഒരു കുട്ടിയുടെ ആവശ്യവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പേടിയാണ്. അപ്പോഴാണ് പോലീസുകാരൻ പറഞ്ഞത്, ഉമ്മയ്ക്ക് വരാൻ പറ്റില്ലേ, ഞാൻ വിടുന്ന പ്രശ്നമില്ല. ഉമ്മ വന്നു. അപ്പോഴാണ് പോലീസുകാരൻ ചോദിച്ചത്, എന്തേ ഉമ്മ, പ്രായപൂർത്തിയാവാത്ത മക്കൾക്ക് ചാവി കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ മകനല്ലേ ഇത്? ഇവൻ എന്തെങ്കിലും അബദ്ധം ചെയ്താൽ നിങ്ങൾ അനുഭവിക്കേണ്ടതല്ലേ ഇതൊക്കെ? അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, സാറേ, ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുക? ഞാൻ എങ്ങനെയാണ് ഇയാളെ ശിക്ഷിക്കുക? ഞാൻ എങ്ങനെയാണ് എന്റെ മകനെ ശാസിക്കുക? ഒരു പ്രാവശ്യം ശാസിച്ചതിന്റെ പ്രയാസം ഇതുവരെ എനിക്ക് തീർന്നിട്ടില്ല. ഒരു രാത്രി വൈകി വന്നപ്പോഴാണ് ഞാനൊന്ന് ദേഷ്യത്തോടെ സംസാരിച്ചപ്പോഴേക്കും എന്റെ വീട്ടിലെ ടെലിവിഷൻ അവൻ ചവിട്ടിപ്പൊളിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം വീട്ടിലേക്ക് വൈകി വന്നതിന്റെ പേരിൽ ഞാനൊന്ന് ശാസിച്ചപ്പോഴേക്കും എന്റെ വീട്ടിലെ TV അവൻ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമതൊരു തവണ ഞാനിവനെ ശാസിച്ചാൽ എന്റെ വീട്ടിൽ വല്ല വസ്തുക്കളും ബാക്കിയാകുമോ? അതുകൊണ്ട് ഞാൻ മിണ്ടാറില്ല. പൊന്നു സഹോദരന്മാരെ, നമ്മുടെ ഗൾഫിൽ വന്ന് ജോലി ചെയ്യുമ്പോ നമ്മുടെ മക്കളവിടെ കാട്ടിക്കൂട്ടുന്ന അരുതായ്മകൾ നമ്മൾ മനസ്സിലാക്കാതെ പോവാൻ പാടില്ല. ഉമ്മമാർക്ക് പറയാൻ പറ്റില്ലല്ലോ, ഉമ്മമാർക്ക് പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ, ഉമ്മമാർക്ക് അവരെ ഉപദേശിക്കാൻ പോലും പറ്റുന്നില്ല. തോന്നിവാസികളായി, താൻ തോന്നികളായി നമ്മുടെ മക്കൾ മാറുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അതുകൊണ്ടൊന്ന് ഇടയ്ക്കിടെ ബന്ധം വെക്കുന്നത്, ഇടയ്ക്കിടെ വിളിക്കുന്നത്, ഇടയ്ക്കിടെ അവരെ ഉപദേശിക്കുന്നത്, നാട്ടിൽ പോയാൽ അവരൊന്ന് കൺട്രോൾ ചെയ്യുന്നത് ഉപ്പമാരുടെ ബാധ്യതയാണ്. അവർക്ക് സമ്പത്ത് കൊടുക്കുന്നതോ, അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നതോ, അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതോ അല്ല നമ്മുടെ ബാധ്യത. ദീനീ മേഖലയിൽ അവളെ വളർത്തുന്നതും നമ്മുടെ ബാധ്യത തന്നെ. ഞാൻ പറഞ്ഞു വന്നത്, രാഷ്ട്രീയ മേലാളന്മാർ കുറ്റവാളികളായ ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇറക്കി വരുമ്പോഴേക്കും ആ ക്രിമിനൽ വിചാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്താലും എന്നെ സംരക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ, പിന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നെ സംരക്ഷിക്കുവാനും എന്നെ അവിടെ നിന്ന് മോചിപ്പിക്കുവാനും ആളില്ലേ? ഇതുകൊണ്ട് എന്താണ്, ആർക്കാണ് നേട്ടമുണ്ടാവുന്നത്? ക്രിമിനൽ സ്വഭാവം നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയല്ലേ അല്ലേ? ഇതുകൊണ്ട് എന്താ ഉണ്ടാവുക? നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്രിമിനലുകൾ വർദ്ധിക്കും. അതുകൊണ്ടല്ലേ
പള്ളിയിൽ ഉസ്താദ് വാല് പറയുമ്പോൾ മൈക്ക് പിടിച്ചു മാറ്റുന്നത് ഉണ്ടായിട്ടില്ലേ? ഖുതുബ നടക്കുന്ന ഉസ്താദ് ഒരു വാല് പറഞ്ഞതിന്റെ പേരിൽ തെമ്മാടികളായ ആളുകൾ ചെന്ന് മൈക്ക് പിടിച്ചു പറ്റിയിട്ടുണ്ട് പള്ളികളിൽ. ആരാണ് ഇവർക്കൊക്കെ സമ്മതം കൊടുക്കുന്നത്? ആരാണ് ഇവർക്കൊക്കെ ഒത്താശ ചെയ്യുന്നത്? ഈ രാഷ്ട്രീയ നേതാക്കൾ തന്നെ. തെറ്റ് ചെയ്തവർ അനുഭവിക്കണം, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുകയും വേണം. നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാനും പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതും അത് തന്നെ. രാഷ്ട്രീയ മേലാളന്മാരുടെ ഹാൻഡിലുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ശിക്ഷിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത്, എന്റെ മകൾ ഫാത്തിമ ബീവി മോഷ്ടിച്ചാൽ അവളുടെ കൈ ഞാൻ ഛേദിച്ചു കളയുമെന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ആ ഉസാമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മറ്റൊരു മാസത്തിലും ഇങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കാണാറില്ലല്ലോ, എന്തേ ശഅബാനിൽ ഇത്രത്തോളം നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വറമളാൻ, റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ വരുന്ന പവിത്രമായ മാസമാണ് ശഅബാൻ. പക്ഷേ റമളാനിന്റെ പവിത്രത കാരണം, റജബിന്റെ പവിത്രത കാരണം അതിന്റെ ഇടയിലുള്ള മാസത്തിന്റെ ശ്രേഷ്ഠത ആളുകൾ കാണാതെ പോകുന്നുണ്ട്, ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങളെ പറഞ്ഞു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ, ഈ മാസത്തിലാണ് അല്ലാഹുവിലേക്ക് മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ വിശ്വാസിനികളായ ആളുകളുടെ നന്മകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണിത്. ഈ മാസത്തിലാണ് എന്റെ നന്മകൾ ഉയർത്തപ്പെടുന്നത്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം, എന്റെ അമലുകൾ അല്ലാഹു ഉയർത്തുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ശഅബാനിൽ നിരന്തരമായി ഞാൻ നോമ്പ് പിടിക്കുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 സമയം നമ്മൾ ജാഗരൂകരായിരിക്കണം, ശ്രദ്ധിക്കണം. 3 സമയം വളരെ പ്രാധാന്യമുള്ള സമയമാണ്, വളരെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് 3 സമയങ്ങൾ. ഒരു മനുഷ്യന്റെ നന്മ തിന്മകൾ അല്ലാഹു ആകാശലോകങ്ങളിലേക്ക് ഉയർത്തുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. എല്ലാ ദിവസവും അല്ലാഹു നമ്മുടെ നന്മകൾ കണക്കാക്കാറുണ്ട്. എല്ലാ ആഴ്ചയിലും അല്ലാഹു നമ്മുടെ കണക്കുകൾ കണക്കാക്കാറുണ്ട്. അതേപോലെ വർഷത്തിലൊരു തവണയും കണക്കാക്കാറുണ്ട്. ഈ സമയത്ത് നമ്മൾ തെറ്റ് ചെയ്യുന്നവരാവാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ അശ്രദ്ധരാവാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ ഉറക്കം തൂക്കുന്ന ആളുകളായി മാറാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്റെ അമലുകൾ അല്ലാഹു ഉയർത്തുന്ന സമയത്ത് നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടാനാണ് എന്റെ ആഗ്രഹം. അല്ലേ? എന്തേ അങ്ങനെ ആഗ്രഹിച്ചത്? നന്മകൾ ഉയർത്തപ്പെടുമ്പോൾ നന്മ ചെയ്യുന്ന സമയത്ത് ഉയർത്തപ്പെടണം. നമ്മളൊക്കെ മരിക്കുമ്പോ നല്ലത് ചെയ്തിട്ട് മരിക്കാനല്ലേ നമ്മുടെ ആഗ്രഹം. എന്തെങ്കിലും ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, ഒരാളുടെ അമലുകൾ അല്ലാഹു പരിഗണിക്കുന്നത് അയാൾ അവസാനം ചെയ്തതെന്ത് എന്ന് നോക്കിയിട്ടാണ്. നമ്മളൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മരിച്ചു പോയാൽ നമ്മുടെ കാര്യം കഷ്ടമാണ്. അല്ലാഹു നമ്മൾക്കൊക്കെ നല്ലത് ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവേ, നീ ഇത് സ്വീകരിക്കണേ റബ്ബേ. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കാൻ 3 ഘട്ടങ്ങളിലായിട്ടാണ് നന്മകൾ ഉയർത്തപ്പെടുന്നത്. ഒന്ന് റഫ്ഉ യൗമീൻ, ദൈനംദിനമായിട്ട് കണക്കാക്കുന്നത്. അത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യതആകബൂന ഫീകും മലായികതും ബില്ലൈലി വമലായികതും ബിന്നഹാർ, ആകാശലോകങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഏതൊക്കെ സമയത്ത്? ഒന്ന് സുബഹിയുടെ സമയത്താണ്, പ്രഭാത കിരണങ്ങൾ പൊട്ടിവിടരുന്ന സമയത്ത് ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങുന്നുണ്ട്. അതേപോലെ അസറിന്റെ സമയത്തും അല്ലാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്രി, സുബഹിയുടെ സമയത്തും അസറിന്റെ സമയത്തുമാണ് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ثم يعرج الذين باتوا فيكم, സുബഹിയാകുമ്പോഴേക്കും ഇന്നലെ അസറിന് വന്ന മലക്കുകൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഫയസ്അലുഹും റബ്ബുഹും, അവരോട് പടച്ച റബ്ബ് ചോദിക്കുന്നുണ്ട്, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ അബൂദാബിയിൽ നിന്ന് വരുന്നവരല്ലേ,
അവിടെയുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ എന്ത് ചെയ്യുകയാണ്? സുബഹി നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മാലാഖമാര് പ്രയാണം നടത്തുമ്പോ അല്ലാഹു മലക്കുകളോട് ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ അബൂദാബിയിൽ നിന്ന് വരുന്നവരാണല്ലോ, എന്താണ് എന്റെ അടിമകൾ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിനറിയാഞ്ഞിട്ടല്ല, അല്ലാഹുവിന് മനസ്സിലാവാഞ്ഞിട്ടല്ല, പിന്നെ എന്തിനാണ് അല്ലാഹു ഇങ്ങനെ ചോദിക്കുന്നത്? മലക്കുകളുടെ മുമ്പിൽ അഭിമാനം നടിക്കാനാണ്. അല്ലാഹുവിന്റെ മാലാഖമാർ അല്ലാഹുവിനോട് പറയുന്നു, യാ അല്ലാഹ് തറക്നാഹും വഹും യുസല്ലൂൻ, ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് നിന്നിലേക്ക് വരുമ്പോൾ അവരെല്ലാം നിസ്കരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ആ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന നമ്മളെക്കുറിച്ച് എന്തായിരിക്കും മലക്ക് പറയുന്നത്? ഓരോ ആളുകളെക്കുറിച്ചും അല്ലാഹു കണക്കെടുപ്പ് എടുക്കുന്ന സമയമാണല്ലോ അത്. സുബഹി നിസ്കാരത്തിന് എണിക്കാതെ ജമാഅത്തിന് പങ്കെടുക്കാതെ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെക്കുറിച്ച് അല്ലാഹുവിന്റെ മാലാഖമാര് പറയുന്നത്, അല്ലാഹുവേ, ഞാൻ ഇന്നാലുന്ന സ്ഥലത്ത് നിന്ന് വരുമ്പോ ഇന്നാലുന്ന ഫുലാൻ ഉറങ്ങിക്കിടക്കുകയാണെന്ന് ഇങ്ങനെ പറയാനൊരവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ പറയാനൊരവസരം മലക്കുകൾക്ക് നമ്മൾ നൽകാൻ പാടില്ല. സുബഹിയുടെ സമയത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് അവർ മടങ്ങിപ്പോകുന്നത്. അസറിന്റെ സമയത്താണ്, അസർ നിസ്കാരത്തിന്റെ സമയത്താണ് ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അവർ അസർ നിസ്കരിക്കുകയാണ്. ആ സമയത്ത് ഗ്രൗണ്ടുകളിലോ മൈതാനങ്ങളിലോ ഉള്ള ആളുകളെ കുറിച്ച് മാലാഖമാര് പറയുന്നത് എന്താ? അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ? ഉറങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ? സിനിമ കാണുന്നവർ, സീരിയല് കാണുന്നവർ, അങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരെക്കുറിച്ച് അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹുവേ, ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾ ഇന്നാലിന്ന് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭൂമിയിൽ നിന്ന് ഞാൻ നിന്നിലേക്ക് വരുമ്പോൾ അയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും നമ്മുടെയൊക്കെ കഥ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 3 സമയങ്ങളിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സുബ്ഹി നിസ്കാരവും അസർ നിസ്കാരവും നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. ഇതിന്റെ ശ്രേഷ്ഠത നിങ്ങൾക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇഴഞ്ഞുകൊണ്ടെങ്കിലും പള്ളിയിലേക്ക് പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് 1ാമത്തെ ഘട്ടമാണ് ദൈനംദിനം നമ്മുടെ നന്മകൾ ഉയർത്തുക എന്നത്. 1ാമത്തെ ഘട്ടമാണ്. സുബഹിയുടെ സമയത്ത് കിടന്നുറങ്ങാതെ ഒന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഉണർന്നു നമ്മൾ നിസ്കരിക്കുക, സമയത്ത് നിസ്കരിക്കുക. അസറിന്റെ സമയവും അങ്ങനെ തന്നെ. ഒരുപക്ഷെ ജോലിയുടെ ഷിഫ്റ്റുള്ള ആളുകളൊക്കെ ഗൾഫിലുണ്ടാകും, അവരൊക്കെ കിടന്നുറങ്ങായിരിക്കും. എങ്കിലും അസർ ബാങ്ക് വിളിക്കുമ്പോൾ ഒന്നെണീറ്റുകൊണ്ട് നിസ്കരിക്കുക, പിന്നെയാവാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. അപ്പൊ 1ാമത്തെ ഘട്ടം ഇതാണ്. ഇനി 2ാമത്തെ ഘട്ടം, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നന്മകൾ 2ാമത്തെ ഘട്ടം ഉയർത്തപ്പെടുന്നത് ഓരോ ആഴ്ചയിലാണ്. എല്ലാ വ്യാഴാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങുന്ന സമയം ഇന്നത്തേതുപോലെ വ്യാഴാഴ്ച കഴിഞ്ഞു വെള്ളിയാഴ്ച തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നന്മകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. പരിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോൾ അതിന് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിനെങ്ങനെയാണ് നമ്മൾ ഒരുങ്ങുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അഅമാല ബനി ആദം സന്തതികളുടെ അമലുകളെല്ലാം തുഅറളു കുല്ല ഖമീസ് ലൈലത്തുൽ ജുമുഅ, എല്ലാ വ്യാഴാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ നമ്മുടെ അമലുകൾ അല്ലാഹു കണക്കാക്കുന്നുണ്ട്, അല്ലാഹുവിലേക്ക് ഉയർത്തുന്നുണ്ട്. ഫലാ യുഖ്ബലു അമലു ഖാത്തിഇ റഹിമിൻ, കുടുംബബന്ധം വിച്ഛേദിച്ച ഒരാളുടെ അമലും അല്ലാഹു സ്വീകരിക്കില്ല. നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഈ ഒരു വിഷയമാണിന്ന്. ഫലാ യുഖ്ബലു അമലു ഖാത്തിഇ റഹിമിൻ, കുടുംബബന്ധം വിച്ഛേദിച്ച ഒരാളുടെ അമൽ അല്ലാഹുവിന് ആവശ്യമില്ല. അയാളുടെ സ്വതക്ക അല്ലാഹുവിന് ആവശ്യമില്ല. അയാളുടെ നിസ്കാരങ്ങൾ അല്ലാഹുവിന് ആവശ്യമില്ല. അയാളുടെ ഒരു പ്രവർത്തനവും അല്ലാഹുവിന് ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈൻ, എല്ലാ തിങ്കളാഴ്ച ദിവസം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്, റമളാനിൽ തുറക്കപ്പെടുന്നത് പോലെ.
വയൗമൽ ഖമീസ്, പരിശുദ്ധമായ വ്യാഴാഴ്ച ദിവസങ്ങളിലും നമ്മുടെ നന്മകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് പോലെ സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു ഉയർത്തി തുറന്നു വെക്കുന്നുണ്ട്. ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിനോട് ശിർക്ക് വെക്കാതെ, അല്ലാഹുവിനോട് മറ്റൊരാളെ പങ്കു ചേർക്കാത്ത എല്ലാ ആളുകൾക്കും അല്ലാഹു അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്? ഒന്നെണീറ്റിക്കണം, ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒന്നെണീറ്റിക്ക് എല്ലാവരും. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്. അപ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് അമല് ചെയ്തിട്ട് കാര്യമുണ്ടോ? നിസ്കാരമുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്, നന്മകൾ കഴിയുന്നത്ര ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ ജീവിതത്തിൽ വരുന്ന വലിയൊരു പാളിച്ച, കുടുംബ ബന്ധം വിട്ടുനിൽക്കുക, കുടുംബക്കാരോട് തെറ്റി നിൽക്കുക, അയൽവാസികളോട് പിണങ്ങി നിൽക്കുക. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ നന്മ ചെയ്തിട്ട് എന്താണ് കാര്യം? ആർക്കാണ് ഇവരുടെ നന്മകൾ വേണ്ടത്? അല്ലാഹു അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിമിത്തങ്ങൾ പറയാൻ, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നമ്മുടെ നന്മകൾ, നമ്മുടെ തിന്മകൾ അല്ലാഹു പുറത്തു തരികയും ചെയ്യുന്നുണ്ട് ചോദിക്കാതെ. ഞാൻ പറയട്ടെ, ഇങ്ങനൊരു സദസ്സിലേക്ക് വരുന്നതിന്റെ പുണ്യം എന്താ? ഇങ്ങനെ ഒരു വാദിന്റെ സദസ്സിലേക്ക് നമ്മൾ വരുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ വളരെ സ്വഹീഹായ സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. നമ്മൾ വാദിന് വരുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ശ്രേഷ്ഠത അവിടെയിരുന്ന എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇൽമിന്റെ സദസ്സിലേക്ക് ആളുകൾ ചോദിക്കുന്നത്, അതിൽ ആളുകളുണ്ട് അവർക്ക് നിന്നോടുള്ള താല്പര്യത്തിൽ വന്നവരല്ല, അവർ നിന്റെ പ്രീതി ആഗ്രഹിച്ച് വന്നവരല്ല, ലക്ഷമായി വാദിന്റെ സദസ്സിലേക്ക് വന്നവരുണ്ടല്ലോ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, അല്ലാഹു മലക്കുകളോട് പറയുന്നുണ്ട്, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും, അവിടെ ഇരുന്നവരാളും പരാജയപ്പെടുകയേ ഇല്ല. നിങ്ങളുടെ നീയത്തിലേക്ക് ഞാൻ നോക്കുന്നില്ല. ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വരുന്ന ഒരാളുടെ നീയത്തിലേക്കോ അവന്റെ താല്പര്യങ്ങളിലേക്കോ ഞാൻ നോക്കുന്നില്ല. ഇവിടെ ഇരുന്നോ എങ്കിൽ അവർക്ക് ഞാൻ സകലമാന തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുത്തിരിക്കുകയാണ്. ഇല്ലൽ ഖബാഇർ, വൻദോഷങ്ങൾ ഒഴികെ. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് ചെറുദോഷങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ്. എന്തേ? അത്രമാത്രം ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെ നമ്മുടെ വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെറു ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുകയാണ്. പിന്നെ ബാക്കിയുള്ളത് വൻ ദോഷമാണ്. അത് പൊറുക്കപ്പെടണമെങ്കിൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാതെ അത് അല്ലാഹു പുറത്തു തരുകയില്ല. ഒരു പക്ഷേ അവന്റെ മഹദ് ഫളൽ കൊണ്ട് പുറത്തു തന്നേക്കാം, എന്നാലും നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹു ചില ആളുകൾക്ക് അവർ ചെയ്ത തിന്മകൾ തൗബ ചെയ്യാതെ പുറത്തു കൊടുത്തേക്കാം. പക്ഷേ നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തേ പറ്റൂ. അല്ലാഹു നമ്മുടെ വൻദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ സകലമാന വൻദോഷങ്ങളും ചെറുദോഷങ്ങൾക്കും എല്ലാം മാപ്പ് നൽകി ദോഷമില്ലാതെ കുറ്റരഹിതരായ കുറ്റമുക്തരായ ആളുകളാക്കി അല്ലാഹു നമ്മളെ മാറ്റട്ടെ. ഏതായാലും പറഞ്ഞു വരുന്നത്, ഇല്ലാ റജുലൻ കാനത് ബൈനഹു വബൈന അഖീഹി ഷഹനാ, സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. ഹത്താ യസ്തലിഹാ, അവര് രണ്ടുപേരും സലാം പറഞ്ഞ് സംസാരിക്കുന്നത് വരെ അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസ് കാണാം, വളരെ ഗൗരവമുള്ള ഹദീസാണ്.
അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, എല്ലാവരും അറഫാ ദിവസം ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് സ്വഹാബാക്കൾ അറഫാ ദിവസം ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണല്ലോ. അവിടെ ആരെന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്ന സദസ്സാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് ഇരിക്കുമ്പോഴാണ് നബി തങ്ങൾ അവിടെ നിന്ന് സ്വഹാബാക്കളോട് പറഞ്ഞത്, ലാ യുജാലിസന്നനി മൻ അംസാ ഖാതിർ റഹിമി. കുടുംബബന്ധം വിച്ഛേദിച്ച ആരെങ്കിലും ഈ ഒരു സദസ്സിലുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാൻ പാടില്ല. ലിയഖും അന്ന, അയാൾ ഇവിടെ നിന്ന് എണീറ്റ് പോവട്ടെ. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ അറഫ എന്ന് പറഞ്ഞാൽ. എന്ത് ചോദിച്ചാലും അല്ലാഹു അവർക്ക് നൽകുന്ന ദിവസമാണല്ലോ. ഇബ്ലീസും പിശാചുക്കളുമൊക്കെ ഓടിപ്പോകുന്ന ദിവസമാണ്. ആ ദിവസത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുടുംബ ബന്ധം വിച്ഛേദിച്ച ആരെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ഥലം വിടണം, ഇവിടെ ഇരിക്കാൻ പാടില്ലെന്ന്. അപ്പോഴാണ് സദസ്സിന്റെ മൂലയിൽ നിന്നൊരാൾ എണീറ്റ് പോകുന്നത്, സദസ്സിന്റെ അങ്ങേയറ്റത്ത് നിന്നൊരാൾ എണീറ്റ് പോകുന്നത്. അൻസാരിയായ സ്വഹാബിയായിരുന്നു അത്. അയാൾ ഒരുപാട് സമയങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്, മാലക ലം യകുൻ അഹദും മിനൽ ഹൽഖതി ഗൈറക, നീയല്ലാതെ മറ്റൊരാളും ഇവിടെ നിന്ന് എണീറ്റ് പോയിട്ടില്ലല്ലോ. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, ഞാൻ എന്റെ അമ്മായിയുമായിട്ട് പിണങ്ങി നിൽക്കുകയാണ്. ഞാൻ എന്റെ അമ്മായിയോട് സംസാരിക്കാറില്ല, തെറ്റി നിൽക്കുകയാണ് ഞാൻ. അങ്ങ് പറഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി അവരോടൊന്ന് സംസാരിക്കണമെന്ന്. ഉടനെ ഞാൻ പോയി എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. അവരോട് സലാം പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഇതുവരെ ഇല്ലാത്ത ഒരു സംസാരം, ഇതുവരെ ഇല്ലാത്തൊരു സലാം എന്റെ ഇപ്പോൾ എന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ അവരോട് പറഞ്ഞത്. അവരും എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞത്, അഹ്സൻത, നീ പറഞ്ഞത് നന്നായി, നീ പറഞ്ഞതും നീ ചെയ്തതും നന്നായി. ഇജ്ലിസ്, ഇവിടെ ഇരുന്നോ. ഇല്ലാ അന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിമിൻ. കുടുംബ ബന്ധം വിച്ഛേദിച്ച ആരെങ്കിലും ഒരു സദസ്സിലിരുന്നാൽ ഇവിടെ മലായികകൾ ഇറങ്ങില്ല. ആലോചിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്തേ നമ്മുടെ ദുആകൾക്ക് ഇജാബത്ത് ലഭിക്കാത്തത്? എന്തേ നമ്മുടെ ചോദ്യങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകാത്തത്? എത്ര തവണയാണ് നമ്മൾ ചോദിക്കുന്നത്? വാലിന്റെ സദസ്സെന്ന് പറഞ്ഞാൽ മാലാഖമാർ അവരുടെ അനുഗ്രഹീത ചിറകുകൾ കൊണ്ട് പൊതിയുന്ന സദസ്സാണെന്നാണല്ലോ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്. പക്ഷേ എന്തേ ആലിമീങ്ങളായ ആളുകൾ, ഔലിയാക്കൾ എല്ലാവരും ദുആ ചെയ്തിട്ടും നമ്മുടെ ദുആയിന് ഉത്തരം ലഭിക്കാത്തത് ഒരൊറ്റൊരു കാരണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ഒരുപാട് പേര് പരസ്പരം പിണങ്ങിയിരിക്കുകയാണ്. കുടുംബങ്ങളോട് ബന്ധമില്ല, മാതാപിതാക്കളോട് ബന്ധമില്ല, ചങ്ങാതിമാരോട് ബന്ധമില്ല, കുടുംബക്കാരോട് ബന്ധമില്ല. ഞാൻ ഓർത്തുപോവുകയാണ്, പയ്യന്നൂർ ഭാഗത്തൊരു പൊട്ടനായ സംസാരിക്കാൻ കഴിയാത്ത ഊമയായ സഹോദരന്റെ മാതാവ് മരിച്ചുപോയി. വല്ലാതെ പൊട്ടിക്കരയുകയാണ് ആ സംസാരിക്കാൻ പോലും കഴിയാത്ത ചെറുപ്പക്കാരൻ. ബുദ്ധിയില്ല, വായ വരുന്നില്ല, ഒന്നും തിരിയാത്ത, ഒരു ബോധവുമില്ലാത്ത ചെറുപ്പക്കാരൻ ഉമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോഴേക്കും ആളുകൾ വീട്ടിൽ ഒരുമിച്ചുകൂടി ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴേക്കും അവിടെ അലമുറയിട്ട് കരയുകയാണ്, ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ്. എന്തേ ആ പൊട്ടൻ അങ്ങനെ ഒരു സ്നേഹം ഉമ്മയോട് തോന്നി? അതാണ് ഉമ്മയോട് മക്കൾക്കുണ്ടാവേണ്ട ബന്ധം. ആരാണ് ആ പൊട്ടന്? സംസാരിക്കാൻ കഴിയാത്ത, ചെവി കേൾക്കാത്ത ആ പൊട്ടൻ ആരാണിതൊക്കെ പറഞ്ഞു കൊടുത്തത്? ഉമ്മയുടെ മയ്യത്തുമായി നാട്ടുകാര് പോകുമ്പോഴേക്കും അവിടെ നിന്ന് ആ ആംഗ്യ ഭാഷയിലൂടെ പറയുകയാണ്, എവിടേക്കാണ് എന്റെ ഉമ്മയെ കൊണ്ടുപോകുന്നത്? മയ്യത്ത് വിട്ടേക്കാൻ ആ പൊട്ടനായ സഹോദരൻ തയ്യാറാവുന്നില്ല, മയ്യത്ത് പിടിച്ചു വെക്കുകയാണ്. അവസാനം ബലം പ്രയോഗിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഉമ്മയുടെ മയ്യത്തുമായി കബറിടത്തിലേക്ക് ചെന്നപ്പോഴാണ് പൊട്ടനായ സഹോദരൻ ഉമ്മയുടെ പിന്നാലെ അനുഗമിക്കുന്നത്, ആ മയ്യത്തിന്റെ പിന്നാലെ അനുഗമിക്കുന്നത്. പൊട്ടൻ അറിയില്ല ഉമ്മ മരിച്ചു എന്നതുപോലും ഉൾക്കൊള്ളാൻ പോലും വിവരമില്ലാത്തൊരു സഹോദരൻ. എന്നിട്ട് ഖബറിലേക്ക് വെക്കുന്നുണ്ട്. ഉമ്മയെ എന്തിനാണ് ഇവിടെ മൂടുന്നത് എന്ന് ആംഗ്യഭാഷയിൽ ചോദിക്കുമ്പോ ആളുകൾ പറയുന്ന മറുപടിക്കൊന്നും അയാൾക്ക് തൃപ്തിയില്ല.
എന്നിട്ട് മറമാടി ആളുകളെല്ലാം തിരിച്ചുപോയപ്പോ ആ വായ വരാതെ സംസാരിക്കാൻ ശേഷിയില്ലാത്ത മൂകനായ സഹോദരൻ ഉമ്മയുടെ ഖബറിടത്തിന്റെ അടുത്ത് നിന്ന് കരയുകയാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസക്കാലം ഉമ്മയുടെ ഖബറിന്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും പോവാതെ ഉമ്മയ്ക്ക് സംരക്ഷണമായി അവിടെ ഇരിക്കുകയാണ്. അയാൾക്കറിയില്ലല്ലോ മരിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അയാൾക്കറിയില്ല. ആളുകൾ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കാവലിരിക്കുന്നത്? എന്തിനാണ് ഉമ്മയുടെ ഖബറിന്റെ അടുത്ത് ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ആ സംസാരശേഷിയില്ലാത്ത ചെറുപ്പക്കാരൻ ആംഗ്യ ഭാഷയോടെ പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് പോയാൽ എന്റെ ഉമ്മയെ വേറെ ആരെങ്കിലും കൊണ്ടുപോയാലോ? ആരാണ് എന്റെ ഉമ്മയെ സംരക്ഷിക്കുന്നത്? ആരാണ് എന്റെ ഉമ്മയ്ക്ക് കാവൽ നിൽക്കുന്നത്? ആരാണ് എന്റെ ഉമ്മയെ ഇവിടെ സംരക്ഷിക്കുന്നത്? ഞാൻ പോയാൽ ആരാണ് എന്റെ ഉമ്മയ്ക്ക് ഇവിടെ കാവലായിട്ടുള്ളത്? അതുകൊണ്ട് ഉമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി ഞാനിവിടെ നിൽക്കുകയാണ്. ആരെങ്കിലും എന്റെ ഉമ്മയെ കൊണ്ടുപോയാലോ എന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്. വന്ന ആളുകളൊക്കെ ഒരു സിമ്പതി തോന്നുകയും അയാളോടൊരു ദയ തോന്നുകയും അയാളോട് സ്നേഹം തോന്നുകയും ചെയ്തു. എന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആയിരങ്ങളും 500-ന്റെയോ നോട്ടിട്ടുകൾ എടുത്തുകൊണ്ട് ആ പൊട്ടനായ സഹോദരന് കൊടുത്തപ്പോ എന്താണ് അപ്പൻ ചെയ്തതെന്നോ? എന്നൊക്കെയല്ലേ നമ്മളും ഉമ്മാരെ സ്നേഹിക്കേണ്ടത്. ഉമ്മ നഷ്ടപ്പെട്ടാലേ അവരുടെ സ്നേഹം നമ്മൾക്ക് നൽകുന്ന സ്നേഹം തിരിച്ചറിയാമുള്ളൂ. ആരോട് അങ്ങനെ ബന്ധങ്ങൾ ആളുകളെവിടെ കിടന്നു പൊതിഞ്ഞു
അതുപോലെ പാരച്യൂട്ടിലൂടെ മറ്റുള്ള ഉപകരണങ്ങളിലൂടെ ആകാശലോകങ്ങളിൽ പറക്കാനും അറിയാം. എന്നാൽ മനുഷ്യനെപ്പോലെ മനുഷ്യനായി നടക്കാൻ ഒരാളും പഠിച്ചിട്ടില്ല എന്ന് ഏതോ ഒരു ബുദ്ധിജീവി പറഞ്ഞത് ഞാൻ ഓർത്തുപോവുകയാണ്. ശരിയല്ലേ അത്? ഈ വിദ്യാഭ്യാസം നമ്മൾക്ക് എന്താണ് നൽകിയത്? ജീവിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വാന സദസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യങ്ങൾ ഉണ്ടാക്കണം, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ വല്ല നേട്ടങ്ങളുമുണ്ടോ? കാസർഗോഡ് നിന്ന് ഇങ്ങനെ ഒരു നാട്ടിലേക്ക് വന്നുകൊണ്ട് പ്രഭാഷണം നടത്തിയിട്ട് എന്ത് നേട്ടമാണ് നമ്മൾക്കുള്ളത്? ജീവിതത്തിൽ വല്ല മാറ്റങ്ങളും വേണം. അള്ളാഹു നമ്മെ നന്നാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. ഏതായാലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എല്ലാ വ്യാഴാഴ്ച രാത്രിയും എല്ലാവരുടെയും നന്മകൾ അല്ലാഹു ആകാശലോകങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ കുടുംബ ബന്ധം വിച്ഛേദിച്ച ഒരാളുടെ നന്മകൾ അല്ലാഹു ആകാശലോകങ്ങളിലേക്ക് ഉയർത്തില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ റമദാനിന് മുമ്പ് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം, ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഈഗോയും എല്ലാ അഹങ്കാരങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് ഫോൺ വിളിച്ച് സലാം പറയണം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ കണ്ട് സലാം പറയണം. ഈ സലാം പറയാതെ പിണങ്ങി നിന്നാൽ നോമ്പ് കൊണ്ടൊരു നേട്ടമില്ല, ആരാധനകൾ കൊണ്ട് നേട്ടമില്ല, സ്വതകൾ കൊണ്ടൊരു നേട്ടവുമില്ല. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ദൈനംദിനം നമ്മുടെ നന്മകൾ ഉയർത്തപ്പെടുന്നുണ്ട്. രണ്ട്, ആഴ്ചകളിൽ ഉയർത്തപ്പെടുന്നുണ്ട്. ഈ വ്യാഴാഴ്ച കഴിഞ്ഞ രാത്രി, വെള്ളിയാഴ്ച, ഇന്നത്തെ ദിവസം നമ്മുടെ നന്മകൾ ഉയർത്തപ്പെടുമ്പോൾ നമ്മളിങ്ങനെ ടി വിയും കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. എന്തായിരിക്കും മലക്കുകൾ അള്ളാഹുവിനോട് പറയുന്നത്? അല്ലേ, ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറയാണ്, ഈ 3 സമയം വളരെ ഗൗരവമാണ്. പിന്നെ വർഷാവർഷങ്ങളിൽ നമ്മുടെ നന്മകൾ ഉയർത്തപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സാബിർക്ക് എവിടെ? നാളെ എത്ര മണിക്കാ തുടങ്ങുക? റിമിനേഷൻ ചെയ്തിട്ടില്ല? മറ്റേ KMCCന്റെ ആളുകളൊന്നുമില്ലേ? 8 മണിക്ക് തുടങ്ങുമോ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾ നേരത്തെ വരും, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ നാളെ കുറച്ച് നേരത്തെ 8 മണിക്ക് തന്നെ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. 8 മണിക്ക് തുടങ്ങും. നാളെ ജോലിയൊന്നുമില്ല, കുറെ ആളുകൾ ലീവായിരിക്കും അല്ലേ? എല്ലാവർക്കും ലീവ് ഞാൻ പറയില്ല. നാട്ടിൽ നിന്ന് വന്നത് മുതൽ പിന്നെ പോകുന്നത് വരെ ലീവ് ലഭിക്കാത്ത ആളുകളുണ്ട്. എന്നാൽ ആഴ്ചയിൽ 2 ലീവ് ലഭിക്കുന്ന ആളുകളുണ്ട്, 1 ലീവ് ലഭിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും നമ്മൾ തിരിച്ചറിയണമല്ലോ. ഏതായാലും നാളെ ഒരു നേരത്തെ തുടങ്ങി ഇൻഷാ അല്ലാഹ് 2 മണിക്കൂറെങ്കിലും സംസാരിച്ച് നമ്മൾക്ക് പിരിയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മൂന്നാമത്തെ ആളാരാണ്? മൂന്നാമത്തെ ആൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇതിലാണ് നമ്മുടെ നന്മകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. ذلك شهر يغفل الناس. ജനങ്ങൾ ശ്രദ്ധിക്കാതെ, ജനങ്ങൾ ഗൗനിക്കാതെ, പ്രാധാന്യം നൽകാത്ത ഒരു മാസമാണ് ശഅബാൻ. അതിലാണ് മനുഷ്യന്റെ നന്മകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. وأنا أحب أن يرفع عملي وأنا صائم. നോമ്പ് നോക്കി ഇരിക്കേണ്ട നന്മകൾ ഉയർത്തപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ശഅബാനിൽ ഒരുപാട് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അമ്മാർ തങ്ങളുടെ ഖാദിമത്തായ അമ്മാർ തങ്ങളുടെ അടിമ സ്ത്രീ പറയാറുണ്ട്, കാന അമ്മാർ റളിയല്ലാഹു അൻഹു യതഹയ്യഉ ലിസൗമി ശഅബാൻ കമാ യതഹയ്യഉ ലിസൗമി റമളാൻ. നമ്മളൊക്കെ റമളാൻ മാസം നോമ്പ് പിടിക്കാൻ ഒരുങ്ങുന്നത് പോലെ മഹാനായ അമ്മാർ തങ്ങൾ ശഅബാൻ മാസത്തിൽ നോമ്പ് പിടിക്കാൻ പ്രത്യേകമായി തയ്യാറാകുമെന്ന് മഹാനായ അമ്മാർ തങ്ങളുടെ അടിമ സ്ത്രീ പറയാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു നോമ്പ് പിടിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്? ഇതൊരു ട്രെയിനിങ് ആണ്, അല്ലെ? വലിയ വലിയ വേൾഡ് കപ്പുകൾ നടക്കുകയാണ്, വലിയ വലിയ ടൂർണമെന്റുകൾ നടക്കുകയാണ്. ആ ഒരു സമയത്തൊക്കെ അതിനു മുമ്പ് ഒരു നോക്കൌട്ട് മത്സരങ്ങൾ ഉണ്ടാവും, അതിനു മുമ്പ് ഒരു വാമപ്പ് മത്സരങ്ങൾ ഉണ്ടാവും.
എന്തിനാണ് ആ വാമപ്പ് മത്സരം? ഒരു സന്നാഹ മത്സരം. അത് ഒന്ന് പ്രിപ്പയർ ആവാൻ, ഒന്ന് തയ്യാറാവാൻ, ആർട്സിനും സ്പോർട്സിനും വേണ്ടിയൊക്കെ, ഗെയിംസിനൊക്കെ വേണ്ടി അതിന്റെ അത്ലറ്റിക്സ് പുറത്തിറങ്ങി ഗ്രൗണ്ടിലെത്തിയാൽ ഒന്നൊരു വാമിംഗ് ഉണ്ട്, ഒരു ജമ്പിങ്, ഒന്ന് സ്ട്രെച്ച് എക്സസൈസ്, സ്വിമ്മിങ്, അതുപോലെ പുഷപ്പ്, ഇങ്ങനെയുള്ള ചില എക്സസൈസുകളൊക്കെ ചെയ്യാറുണ്ട്. എന്തിനാ? ശരീരം ഒന്ന് വാമായി അതിലേക്ക് തയ്യാറാവാനാണ്. അതേപോലെയുള്ളൊരു വാമപ്പാണ് പരിശുദ്ധമായ ശഅബാനും റജബും. ഇതിൽ നമ്മളൊന്ന് പ്രിപ്പയർ ആയാൽ പരിശുദ്ധമായ റമദാനിൽ നല്ല രീതിയിൽ നമ്മൾക്ക് അമൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ വിലപ്പെട്ട 45 ദിവസങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് റീകവർ ചെയ്യാൻ പറ്റുമോ? 5-6 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ 5-6 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇതുവരെ ഉണ്ടായതിൽ നിന്നൊരു മാറ്റം എനിക്ക് വരണം എന്ന് നമ്മൾ തീരുമാനിക്കണം. പറയുന്ന ഞാനടക്കം നമ്മളൊക്കെ തീരുമാനിക്കണം, ഇതുവരെ ഉണ്ടായതിൽ നിന്നൊരു മാറ്റം. ഇന്ന് വരെ ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നില്ല എങ്കിൽ നാളെ മുതൽ സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങാം. ഇനിയുള്ള തിങ്കളും വ്യാഴവും ഞാൻ നോമ്പ് പിടിക്കും. ഒരു ദിവസം മിനിമം ഒരു ജുസ് എങ്കിലും ഞാൻ ഖുർആൻ ഓതട്ടെ എന്നൊക്കെ നമ്മൾക്ക് തീരുമാനിച്ചുകൂടെ? മഹാനായ സലമത്ത് ഇബ്നു കുഹൈൽ എന്ന് പറയുന്ന താബിഈ ഒരു പണ്ഡിതൻ ശഅബാൻ മാസം വന്നാൽ ആളുകളോട് പറയുമായിരുന്നു, തഫറഗൂ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടി ഈ മാസത്തെ നിങ്ങൾ നീക്കി വെക്കണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു നമ്മൾക്ക് സൗകര്യം നൽകിയില്ലേ? അല്ലാഹു നമ്മൾക്ക് സകലമാന സൗകര്യങ്ങളും നമ്മൾക്ക് നൽകി. മൊബൈൽ ഫോണിൽ ഖുർആൻ ഓതാനുള്ള സൗകര്യം, ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ പോയി ഏത് ആപ്പുകളാണ് വേണ്ടത്, ഓഡിയോ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്, എന്ത് വിശദീകരണങ്ങൾ നൽകാനുള്ള ഖുർആനിന്റെ ആപ്പുകൾ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ഉണ്ടായിട്ട് ഒരു ദിവസം ഒരു പേജ് ഓതാൻ നമ്മൾ തയ്യാറാവാറുണ്ടോ? വാട്സപ്പിലൂടെ കളിച്ചു നടക്കുന്ന നമ്മൾ, ഫേസ്ബുക്കിന് വേണ്ടി വാട്സപ്പിന് വേണ്ടി 24 ഹവേഴ്സും ചെലവഴിക്കുന്ന നമ്മൾ, അള്ളാഹുവിന് വേണ്ടി ഒരു അരമണിക്കൂർ ചെലവഴിച്ചോ എന്ന് നാളെ അള്ളാഹു നമ്മോട് ചോദിച്ചാൽ പറയാൻ നമ്മൾക്ക് മറുപടി ഉണ്ടോ? ഇത് വിഷയമല്ലേ? ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? ഞാൻ ചോദിക്കാൻ, 24 മണിക്കൂറും കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ, ഗെയിം കളിക്കുന്ന ഒരു സ്വഭാവം നാട്ടിലുണ്ട്. കല്യാണത്തിൽ പോയാൽ മിനിമിലിറ്റി എന്നൊരു ഗെയിമുണ്ട്. 5-6 പേർ ഓൺലൈനായിരുന്നു കൊണ്ട് ഷൂട്ട് ചെയ്യുക, പരസ്പരം കിക്ക് ചെയ്യുക, പഞ്ച് ചെയ്യുക. ക്രിമിനൽ സ്വഭാവമുള്ള ചില കളികൾ നമ്മുടെ മക്കളുടെ സ്വഭാവത്തെയും ക്രിമിനലാക്കി മാറ്റുന്നുണ്ട് എന്ന് മറക്കാൻ പാടില്ല. ഗെയിമുകൾ കളിച്ചു കല്യാണത്തിന് സപ്ലൈ ചെയ്യാൻ സഹായിച്ചിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇന്നവർക്ക് കസേരയിലിരുന്ന് എല്ലാവരും കൂട്ടമായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർത്തുപോവുകയാണ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കല്യാണത്തിന് വിളിച്ചു. എനിക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നു. ഒരു വാല് കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്ക് ഞാൻ പോയി. അപ്പോഴേക്കും ഞാൻ ഫോൺ വിളിക്കുകയാണ് എന്റെ സുഹൃത്തുക്കൾക്ക്. ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു, പഠിച്ചോനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് ഉറങ്ങിയോ? നോക്കുമ്പോൾ ഞാൻ അവിടെ എത്തി നോക്കുമ്പോൾ തിരക്കിലാണ്. 4-5-6-8 ചെറുപ്പക്കാർ കസേരയിൽ കൂടി നിന്നിട്ട് തിരക്കിലാണ്. ഞാൻ ചോദിച്ചു, ഫോൺ എടുത്തൂടെ? ഇപ്പൊ പറഞ്ഞു, വേറൊരാൾ പറയാണ്, എങ്ങനെ ഉസ്താദേ ഫോൺ എടുക്കുക? ഗെയിമിലല്ലേ, ഗെയിം കളിക്കുമ്പോൾ ഫോൺ എടുത്താൽ ഗെയിം സ്റ്റക്കായി പോകും, അതുകൊണ്ട് ഫോൺ ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെയൊക്കെ കഥ. ഞാൻ ചോദിക്കട്ടെ, കുഴപ്പമില്ല, ഒരു അരമണിക്കൂർ പടച്ചറപ്പിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ? അള്ളാഹു ചോദിക്കൂല നാളെ. വുളൂ ഇല്ലാതെ വരെ ഓതാമെന്ന് മോഡേൺ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. പക്ഷെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി വുളൂ ചെയ്യുന്നതാണ് ഖൈർ. ഞാൻ പറയാ, പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ആപ്പുകളിലുണ്ട്. വുളൂ ചെയ്യാൻ സൗകര്യമില്ല, എവിടെയെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ എടുത്തിട്ട് ഓതാമെന്ന് മോഡേൺ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. എന്നാലും അഹവത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മൾ വുളൂ ചെയ്യുക. ഈ ഒരു സൗകര്യം നമ്മുടെ മുമ്പിലുണ്ടായി ഖുർആൻ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഖുർആൻ ഏത് സമയത്തും ഓതാൻ അവസരവും സൗകര്യവും അള്ളാഹു തന്നിട്ട് പടച്ച റബ്ബിന് വേണ്ടി ഒരു പേജെങ്കിലും നമ്മൾ ഓതിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എങ്ങനെ സമാധാനം പറയാൻ പറ്റും? അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഇവിടെയുള്ള പ്രവാസികളോടൊക്കെ മിനിമം ഒരു ജുസ് എങ്കിലും നമ്മൾ ഓതാൻ ശ്രമിക്കണം. അള്ളാഹുവിന്റെ ഹബീബ്, എനിക്ക് നിങ്ങൾ എണീറ്റ് പോകുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നാണ് ഒരുപാട് വൈകിയോ, നിർത്തണോ, നിർത്താനായോ? അച്ഛന് സൗണ്ടൊക്കെ പോയല്ലോ, നാളെ പറയാൻ പറ്റില്ലേ? എന്നാ മുക്കാലൊക്കെ അല്ലേ? 11:45 അവസാനിക്കും, 15 മിനിറ്റ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പരാതി പറയാറില്ലല്ലോ, അല്ലേ? അല്ലാഹുവിനോട് പരാതി പറയാറില്ല. തായിഫിന്റെ മണലാരുണ്യത്തിലേക്ക് പ്രബോധനവുമായിട്ട് ചെന്നു.
അവിടെയുള്ള കിങ്കരന്മാരായ ധിക്കാരികളായ അഹങ്കാരികളായ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽപാദങ്ങളിലേക്ക് തുരുതുരാ കല്ലെറിയുകയുണ്ടായി. ശരീരത്തിൽ നിന്ന് രക്തങ്ങൾ ഇങ്ങനെ വാർന്നൊലിച്ചു. റസൂലുള്ളാഹി തങ്ങൾ നടക്കാൻ കഴിയാതെ ഇരിക്കുകയാണ്. ഒന്ന് വേച്ച് നടക്കാൻ പോലും കഴിയാതെ ഇരിക്കുമ്പോഴാണ് അവർ ഓടി വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ കൈപിടിച്ചുയർത്തുകയാണ്. സ്നേഹം കൊണ്ടല്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു നടക്കും മുഹമ്മദേ എന്ന് പറഞ്ഞ് നടക്കാൻ കൽപ്പിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ നടക്കുമ്പോ പൊട്ടന്മാരായ വിഡ്ഢികളായ ആളുകളെ ഇറക്കിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് വീണ്ടും വീണ്ടും കല്ലെറിയുകയാണ്. അതിനു മാത്രം എന്ത് തെറ്റാണ് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത്? അല്ലാഹുവല്ലാത്ത ഒരു ദൈവമില്ല, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കണോ? എന്നാൽ വീണ്ടും വീണ്ടും തുരുതുരാ കല്ലേറുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അവസാനം ഇരിക്കുമ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. യാ റസൂലല്ലാഹ്, ഇവരെ ഈ പർവ്വതത്തിന്റെ ഇടയിലിട്ട് ഞാൻ ചതച്ച് കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അരുത് ജിബ്രീൽ, അരുത്, ഇവരെ ഒന്നും ചെയ്യാൻ പാടില്ല. ഭാവന സന്ദേശവുമായി ഇസ്ലാമിന്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇവരിൽ ആരെങ്കിലും നന്മയുടെ പാതയിലേക്ക് കടന്നു വന്നാൽ അതല്ലേ നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നല്ലത്. ആരോടാ ഇത് പറയുന്നത്? കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ഒരു സമൂഹത്തെ ഞാൻ കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ജിബ്രീൽ ചെയ്യരുത്, ഇവരിൽ നിന്ന് ഒരാൾ മുസ്ലിമായാൽ അതാണ് ദുനിയാവിലും ആഖിറത്തിലും നല്ലത്. അങ്ങനെ ചെയ്തു. ആ നബി തങ്ങൾ അല്ലാഹുവിനോടൊരു പരാതി പറയുന്നുണ്ട്. അല്ലാഹുവിനോടൊരു പരാതി പറയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. അല്ലാഹുവേ, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, എന്റെ സമൂഹം, എന്റെ ഉമ്മത്തി, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ സമൂഹം എന്റെ ഖുർആനിനെ അവർ മൈൻഡ് ചെയ്തല്ലോ, പരിശുദ്ധമായ ഖുർആനിനെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അതിനെ പാരായണം ചെയ്യാൻ, അതൊന്ന് ഓതി നോക്കാൻ, ഒരു ദിവസം ഒരു ജുസ്എങ്കിലും പാരായണം ചെയ്യാൻ എന്റെ സമൂഹത്തിന് കഴിയുന്നില്ലല്ലോ. എന്റെ ഖുർആനിനെ അവർ അവഗണിച്ചു കളഞ്ഞുവല്ലോ എന്ന് അല്ലാഹുവിനോട് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പരാതി പറയുന്നുണ്ട്. പൊന്നു സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന് വിഷമമുള്ള കാര്യമാണ് ഖുർആൻ നമ്മൾ ഓതാതിരിക്കുന്നത്. ജോലി ചെയ്യുന്ന സമയത്ത്, ഫ്രീ ഉള്ള സമയങ്ങളിൽ ഒന്ന് മൊബൈൽ ഫോൺ എടുത്ത് ഖുർആൻ ഓതിക്കൂടെ? ഒരു ദിവസം ഒരു ജുസ് ഓതാൻ പ്രയാസമുണ്ടോ? രാവിലെ ഒരു 10 പേജ് ഓതാൻ 10 കടലാസല്ല, 10 പേജ് ഓതാൻ ഒരു 10 മിനിറ്റ് പോരെ? രാത്രി ഒരു 10 മിനിറ്റ് ചെലവഴിച്ചാൽ 20 മിനിറ്റ് 24 മണിക്കൂറിൽ നിന്ന് ഒരു 20 മിനിറ്റ് അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചുകൂടെ? അത് കഴിയില്ലേ? മിനിമം 1 പേജ്, ഒരു പേജെങ്കിലും പടച്ച റബ്ബിന് വേണ്ടി ഖുർആൻ ഓതാതെ നമ്മൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ സലമത്ത് ഇബ്നു ഖുഹൈൽ എന്ന് പറയുന്ന താബിഈയായ പണ്ഡിതൻ പറയുകയാണ്, തഫറഗു ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടി ശഅബാൻ മാസത്തെ നിങ്ങൾ നീക്കി വെക്കണമെന്ന്. ശഹ്റു ശഅബാന ശഹ്റുൽ ഖുർആ, ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ അത് ഖാരിയങ്ങളുടെ മാസമാണ്, ഖുർആൻ ഓതേണ്ട മാസമാണെന്ന് മഹാനായ സലമത്ത് ഇബ്നു ഖുഹൈൽ റളിയല്ലാഹു അൻഹു. അതേപോലെ അംർ ഇബ്നു ഖൈസ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്, ഇദാ ദഖല ശഹ്റു ശഅബാൻ, ശഅബാൻ മാസം വന്നാൽ അഗ്ലക ഹാനൂത, അദ്ദേഹത്തിന്റെ കടയും അദ്ദേഹത്തിന്റെ ഷോപ്പും അദ്ദേഹത്തിന്റെ ജോലിയും എല്ലാം മാറ്റിവെക്കും. എന്നിട്ട് വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം ഈ ശഅബാൻ മാസത്തിൽ ഒഴിഞ്ഞേക്കുമായിരുന്നു മഹാനായ അംർ ഇബ്നു ഖൈസ് എന്ന് പറയുന്ന പണ്ഡിതൻ. ഇങ്ങനൊന്നും ജോലിയൊന്നും ഒഴിവാക്കിയിട്ട് ഓതാൻ പറയുന്നില്ലല്ലോ, അല്ലേ? 2-3 മാസമായി ജോലിയൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. അല്ലാഹു ജോലി നൽകട്ടെ. ജോലി ഒഴിവാക്കിയിട്ട് ഓതാനല്ല, ജോലിക്കിടയിൽ ഒരു പേജെങ്കിലും മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വിഭിന്നമായി ശഅബാൻ മാസത്തിൽ നമ്മൾ ഓതാൻ കഴിയണം. ശഅബാൻ 25ഓളം കഴിഞ്ഞു, 5 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ 5 ദിവസങ്ങളിലെങ്കിലും ഇതുകൊണ്ടൊരു മാറ്റം നമ്മൾക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതായാലും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.
ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങളൊക്കെ നമ്മൾക്ക് നാളെ ചർച്ച ചെയ്യാം. ബഹുമാന്യരായ നമ്മുടെ സയ്യിദ് അവറുകൾ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തുടങ്ങി വെച്ചത്. 3 വിധം നോമ്പുണ്ടെന്നാണ്. 3 വിധം നോമ്പുണ്ടെന്നാണ്. അതിലൊരു നോമ്പ് സ്വീകരിക്കുമെന്ന് യാതൊരു ഉറപ്പില്ല. നിരാഹാര സമരം നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുണ്ട്. അതുപോലെ ആയിരിക്കും ഇവരുടെ നോമ്പ്. അതാണ് ഒന്നാമത്തെ വിഭാഗം. സൗമുൽ ഉമൂം, അവർ ആരാണ്? അടുത്തേത് സൗമുൽ ഖുസൂസ്, വിഐപികളുടെ നോമ്പ്, വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ്, വളരെ പ്രധാനികളായ വിഐപികളുടെ നോമ്പുണ്ട്. അവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കും. ഈ ലിസ്റ്റിൽപ്പെട്ടാൽ നമ്മുടെ നോമ്പ് സ്വീകാര്യമാണ്, അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് ഉറപ്പാണ്. അവരാരാണ്? മൂന്നാമത്തെ വിധം സൗമു ഖുസൂസുൽ ഖുസൂസ്, വിഐപികളാണ്, വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ്. അവരുടെ നോമ്പ് എന്താണ്? അവർ ആരാണ്? അവരുടെ നോമ്പ് നോക്കാൻ നമ്മൾക്ക് കഴിയൂല. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് നാളെ വിശദീകരിക്കണം. അല്ലാഹു റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ പള്ളി ഏറ്റെടുത്ത 3 വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ നൗഷാദ് ബാഖവി ഉസ്താദിന്റെ മകൻ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ക്ഷമ നൽകുമാറാവട്ടെ. ആ കുട്ടി കാരണം പ്രയാസങ്ങളൊന്നുമില്ലാതെ ആ കുടുംബത്തിന് സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾക്കൊക്കെ വേണ്ടി ഒരുപാട് ഉപദേശങ്ങൾ നൽകി. അല്ലാഹു അദ്ദേഹത്തിന് ക്ഷമ നൽകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു പകരം നൽകുമാറാവട്ടെ. അതേപോലെ മസ്ജിദ് നിർമ്മാണം ആരെങ്കിലും അങ്ങനെ ഏറ്റെടുക്കാൻ ആരെങ്കിലും 100 ദിർഹംസോ 50 ദിർഹംസോ 500 ദിർഹംസോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ട്? നമ്മുടെ പള്ളി നമ്മുടെ SKSFന്റെ കീഴിൽ ഒരു 10ഓളം പള്ളികളല്ലേ? അവർക്ക് എത്ര എണ്ണമായി? 3 എണ്ണം. ഇനി 7 എണ്ണം ബാക്കിയുണ്ട് അല്ലെ? ഇൻഷാ അല്ലാഹ് വലിയൊരു കാര്യമാണ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇതിന് സഹായിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു സ്വർഗീയ ഭവനം നൽകുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. സഹോദരങ്ങൾ, ആർക്കെങ്കിലും ഇങ്ങനെ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ കൈപ്പൊക്കിക്കോളി. സാമ്പത്തികമായിട്ട് കഴിവുള്ള ആളുകൾ 100 ദിർഹംസ് 50 ദിർഹംസ് 500 1000 ദിർഹംസ് ഒക്കെ ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റെടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പരസ്യമായിട്ട് പറയണമെന്നില്ല. പരസ്യമായിട്ട് പറഞ്ഞാൽ ഒരു നേട്ടമുണ്ട്. ഒരാൾ വിളിച്ച് പറയുമ്പോൾ മറ്റൊരാൾക്കും കൊടുക്കാനൊരു താല്പര്യം ഉണ്ടാവും. മറ്റൊരാൾക്കും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ആ സഹോദരന് വളരെ പെട്ടെന്ന് ഈ ഏറ്റെടുത്തതുപോലെ നരകത്തിൽ ഒരു നിമിഷം പോലും കടക്കാതെ സ്വർഗത്തിൽ പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചറബ്ബേ, സ്വർഗത്തിൽ ഒരു മഹനീയ ഭവനം സഹോദരന് നിർമ്മിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ആരൊക്കെയാണോ ഏറ്റെടുത്തത് അവർക്കൊക്കെ അല്ലാഹുവേ സ്വർഗത്തിലൊരു ഭവനം നീ കൊടുക്കണേ റബ്ബേ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരാളായി മാഷാ അല്ലാഹ്, 2 ആളുകൾ. ഇനിയുണ്ടോ? 3 ആള് മാഷാ അല്ലാഹ്, 4 5 അൽഹംദുലില്ലാഹ് 6 7 ആള്, 10 ഇരിക്കട്ടെ, 8 ആള് 9 10 മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷമായി. നമ്മളെവിടെ പിരിവ് നടത്തിയാൽ ആരും കൈപ്പൊക്കറിയില്ല. വലിയൊരു സവിശേഷതയാണ്. എവിടെ നാട്ടിലൊക്കെ വേറെ പിരിവാണല്ലോ. നമ്മളൊക്കെ വിളിച്ചിട്ടൊരു കാര്യമില്ല, നഷ്ടമാണ്. നമ്മളെ വിളിച്ചിട്ട് പിരിവ് നടത്താന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. നമ്മൾക്ക് അതിന്റെ ഒരു കോച്ചിങ്ങും ഇല്ല, അറിയൂല്ല. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. ഒരു 10 ആളുകൾ വളരെ താല്പര്യത്തോടെ ഏറ്റെടുത്തല്ലോ. അൽഹംദുലില്ലാഹ്. വളരെ ദുആ ചെയ്ത് എനിക്ക് നാളെ വേദ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സൗണ്ടൊക്കെ പോയതുപോലെ ഉണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുവരെ അല്ലാഹു എവിടെയും ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. ഇനി എന്നാണ് പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യില്ല അല്ലെ സാബർക്ക? എന്തെങ്കിലും ഉണ്ടോ? ദുആ ചെയ്യില്ല. അൽഹംദുലില്ലാഹ്. വേറെ എവിടെ സംഭാവന നേരത്തെ സംഭാവന ചെയ്ത ആളുകളല്ലേ? മാഷാ അല്ലാഹ്. ഇനി ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അത് കടലാസ് വാങ്ങിക്കോളി. ആർക്കല്ല, ഇത് നിങ്ങൾക്ക് തന്നെയാണ്. നാളെ ഖബറിൽ പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒക്കെ സുഖങ്ങൾ അനുഭവിക്കുക. അന്ന് ആ ഉസ്താദ് പറഞ്ഞപ്പോൾ 100 രൂപ കൊടുത്തത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഖബറിൽ രക്ഷപ്പെടുന്നുണ്ടല്ലോ എന്ന് ഒരു ബോധം നിങ്ങൾക്കുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്. അല്ലാഹു എല്ലാവർക്കും സ്വീകരിക്കുമാറാവട്ടെ. 3 പേരുടെ പ്രത്യേക സാഹചര്യം എല്ലാവർക്കും സ്വർഗം നൽകട്ടെ. ഓരോ പള്ളി ഒരാളെ ഏറ്റെടുത്ത ഈ ഓരോ പള്ളി ഒരാളെ ഏറ്റെടുത്തെന്നാ പറഞ്ഞത്. അവരെ കൂലി കൊണ്ടുപോയി നമുക്ക് എന്തെങ്കിലും വേണ്ടേ? എല്ലാവരും തേങ്ങ പൊട്ടിക്കുമ്പോൾ നമ്മളൊരു ചിരട്ടെങ്കിലും പൊട്ടിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഴിയുന്നൊരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു അവർക്കൊക്കെ സ്വർഗീയ ഭവനം നൽകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ സമ്പത്തിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഈ നാട്ടിൽ വന്നുപെട്ട ക്രൈസിസ് മാന്യം അല്ലാഹു എടുത്തു കളയുമാറാവട്ടെ. നമ്മുടെയൊക്കെ നാട് കൊണ്ടാണ്
ഈ ഗൾഫ് പ്രദേശങ്ങളിലാണ് നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥാപനങ്ങളും നടക്കുന്നത്. അല്ലെ, നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ പ്രവർത്തകരും ഭാരവാഹികളൊക്കെ ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ് 3 വർഷം കൊണ്ട് വളരെ ഭംഗിയായി പോകുന്നുണ്ട്. വെറും ഇതിന്റെ സ്രോതസ് ഗൾഫാണ്, വേറൊരു പിരിവ് നാട്ടിലില്ല. ഗൾഫിൽ നിന്ന് ഇവിടെയുള്ള ആളുകൾ അവരുടെ സമ്പത്തിന്റെ ഒരു വിഹിതം നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ 3 വർഷമായിട്ടുള്ളൂ. എത്ര കൊണ്ട് 140ഓളം വിദ്യാർത്ഥികളുണ്ട്. കണ്ണീർ അക്കാഡമി എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് വിചാരിച്ചാലും ഒരുപാട് പേര് ഒരുപാട് അതിന്റെ ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹൈർ ചെയ്യട്ടെ. കൂട്ടുകാരൻ ബ്ലഡ് ക്യാൻസർ ചെയ്യണം. അള്ളാഹു ആ സഹോദരന്റെ അസുഖം ശിവപ്പെടുത്തി കൊടുക്കട്ടെ. പെങ്ങൾക്ക് ക്യാൻസറാണ്, അള്ളാഹു സഹോദരിക്കും ശിഫ നൽകട്ടെ. ഭാര്യ ഗർഭിണിയാണ്, അള്ളാഹു സഹോദരിക്ക് സുഖപ്രസവം നൽകട്ടെ. പിന്നെ വേറെന്തല്ലേ 10-15 വർഷം ഗൾഫ് ചെയ്യുന്നുണ്ടാണ്. ഒരു സഹോദരൻ ഒരുപാട് വർഷം ജോലി ചെയ്യുന്ന കടങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യണം. അല്ലാഹു ആ സഹോദരന്റെ കടങ്ങളൊക്കെ വളരെ ഭംഗിയായി കൊടുത്തു കൊടുക്കട്ടെ. കടം വലിയൊരു പ്രശ്നമാണ്. കടം ഉണ്ടായി മരിച്ചു പോയാൽ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് അല്ലാഹു ഹലാലായ രീതിയിൽ കടങ്ങളൊക്കെ കൊടുത്തു അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കടങ്ങളൊന്നുമില്ല, ഒരു സാമ്പത്തിക ഘടന മാത്രമായി തെറ്റിദ്ധരിക്കരുത്. ആവശ്യത്തിൽ പറയാറുണ്ട്, ഗീബത്ത് പറയാൻ അനുവദനീയമായ ഒരു 6 പേരെ കുറിച്ച് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സമയമില്ല. പക്ഷെ അതൊക്കെ നാളെ ഉൾപ്പെടുത്താ. ഗീബത്ത് പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. പറയാൻ പാടുണ്ടോ? ആരെക്കുറിച്ചൊക്കെ ഗീബത്ത് പറയാൻ, ആരെക്കുറിച്ചൊക്കെ പറയാൻ പാടില്ല എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചർച്ച ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവന് ദുആ ചെയ്യലേ, ചെറിയൊരു ദുആ ചെയ്ത് നമുക്ക് വരും. ബാക്കി നാളെ ചെയ്യലേ, പറഞ്ഞില്ലല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി അമഹു വയുകാഫി മസീദഹു. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها. അർഹംറാഹിമായ റബ്ബേ, നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്, ബുദ്ധിശക്തി നൽകണേ റബ്ബേ, ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ സകലമാന തെറ്റുകുറ്റങ്ങൾക്കും നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. വൻദോഷങ്ങളും ചെറുദോഷങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരിച്ചു പോയവർക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാർക്ക് പ്രസവം നൽകണേ അല്ലാഹ്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഭാര്യ സന്താനങ്ങളെ കൺകുളിർമയുള്ള നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഭാര്യമാരെയും വിട്ടുകൊണ്ട് ഈ പ്രദേശത്തേക്ക് വന്ന പ്രവാസികളായ ആളുകൾ ഒരാളെയും നീ പരാജയപ്പെടുത്തണേ റബ്ബേ. ദുനിയാവിലും വിജയികളാകണേ അല്ലാഹ്. അധ്വാനങ്ങൾക്ക് നീ 10 മടങ്ങ് പ്രതിഫലങ്ങൾ പകരം നൽകണേ അല്ലാഹ്. ഇവർക്കെല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഇഹപരാജയം നീ നൽകണേ അല്ലാഹ്. എല്ലാവരുടെയും കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പഠിച്ച റബ്ബേ, വസീയത്ത് ചെയ്യാറുണ്ട്. സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് ആളുകൾ, അല്ലാഹുവേ, അവർക്കൊക്കെ നൽകണേ അല്ലാഹ്. തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ റഹ്മൗതന, ആരൊക്കെയാണോ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയത് അവർക്കൊക്കെ റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി ആരൊക്കെയാണോ പ്രയത്നിച്ചത് പടച്ചവനെ അവർക്ക് ഖൈർ ചെയ്യണേ അല്ലാഹ്. അവരുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, പള്ളിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പള്ളി കെട്ടാൻ സഹായിച്ച ആളുകൾ, പ്രത്യേകിച്ചിട്ട് 3 പള്ളി കെട്ടിക്കഴിഞ്ഞു ആരൊക്കെയാണോ അതിനുവേണ്ടി സഹായിച്ചത് അവർക്ക് സ്വർഗീയ ഭവനം നൽകണേ അല്ലാഹ്. സ്വർഗീയ സുഖങ്ങൾ നൽകണേ അല്ലാഹ്. കുടുംബത്തിലും മക്കളിലും നീ ഖൈർ ചെയ്യണേ റബ്ബേ. അർഹമുർറഹീമായ റബ്ബേ, ഇവിടെ ആരൊക്കെയാണോ സംഭാവനകൾ എഴുതിയത് അവരുടെ സംഭാവനകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ അസുഖങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഹൃദയത്തിൽ തഖ്വ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുത്തഖീങ്ങളിൽ നീ പെടുത്തണേ അല്ലാഹ്. പറഞ്ഞതുപോലെ ജീവിക്കുവാൻ, കേട്ടതുപോലെ ജീവിക്കുവാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർറഹീമായ റബ്ബേ, ഇഹപരവിജയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്ത ആളുകൾക്ക് ഖൈറായ ജോലി നൽകണേ റബ്ബേ.
അർഹമുർ റഹീമായ റബ്ബേ, ഒരുപാട് കാലം ജോലി ചെയ്ത് ശമ്പളം ലഭിക്കാത്ത ആളുകളൊക്കെയുണ്ട്. അതുപോലെ ശമ്പളം തികയാത്ത ആളുകളുണ്ട്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, നിന്റെ ഖജനാവ് വിശാലമാണല്ലോ. അല്ലാഹുവേ, നിന്നോട് ചോദിച്ചാൽ നീ തരുമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ. നിന്നോടല്ലാതെ ഞങ്ങൾ വേറൊരാളോടും ചോദിക്കുന്നില്ല റബ്ബേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഭംഗിയായി നിർവഹിച്ചു തരണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് ആ ഒരു പ്രയാസം നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളെ ഹാഫിലീങ്ങളാക്കണമെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ, അവരുടെ മക്കളെയൊക്കെ നീ ഹാഫിലീങ്ങളിൽ പെടുത്തണേ റബ്ബേ, സാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. മാതാപിതാക്കൾ അംഗീകരിക്കുന്ന സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത